പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ക്രമീകരിക്കപ്പെട്ട മീറ്റിങ്ങിൻ്റെ പ്രാരംഭ രാത്രിയിൽ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പ് നിൽപ്പാൻ കർത്താവ് നൽകിത്തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിതനായ കർത്തദാസൻ പാസ്റ്റർ ജോൺ അവർകൾ, വേദിയിലായിരിക്കുന്ന അനുഗ്രഹിതരായ കർത്തദാസന്മാർ, അനുഗ്രഹീത ഗാനങ്ങൾ ആലപിച്ച കൊയർ അംഗങ്ങൾ, സ്തോത്രമെൻ്റെ മുമ്പിലായിരിക്കുന്ന ദൈവവചന കേൾവിക്കാർ, ഇതിൻ്റെ അടുത്തും അകലെയുമായി ചുറ്റുപാടുമുള്ള ഭവനങ്ങളിലുമൊക്കെ ഇരുന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ സുഹൃത്തുക്കൾ, ഏവർക്കും ക്രിസ്തയേശുവിലുള്ള സ്നേഹവന്ദനങ്ങളെ പ്രാരംഭ രാത്രി അറിയിക്കുന്നു. ഈ മീറ്റിങ്ങിൻ്റെ പിന്നിൽ വളരെ അഘോരാർത്ഥം കഠിനാധ്വാനം ചെയ്ത് ഇത്രത്തോളം ക്രമീകരണങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പാസ്റ്റർ അറിയിക്കാനിടയായി. ഈ ദേശത്തോട് സുവിശേഷം അറിയിക്കണം, സദ്വാർത്ത അറിയിക്കണമെന്നുള്ള അകമഴിഞ്ഞ ദൈവസ്നേഹമാണ് ഇത്രത്തോളം കാര്യങ്ങളെ ക്രമീകരിപ്പാൻ ഇടയാക്കിയത്. ഒരു മതത്തിൻ്റെ വക്താവായി നിന്ന് കാര്യാദികളെ ചെയ്യാനല്ല, മാനവകുലത്തിൻ്റെ രക്ഷകനായ ക്രിസ്തയേശുവിനെ ഈ ദേശത്തോട് അറിയിപ്പാൻ ഈ ഉച്ചഭാഷയുടെ ശബ്ദം എവിടം വരെ എത്തുന്നു അത്രയും ദൂരം കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴത്തെ ഗ്രഹിപ്പിക്കണമെന്നുള്ള അവരുടെ അകമഴിഞ്ഞ ദൈവസ്നേഹവും ദൈവത്തിലുള്ള വിശ്വാസവുമാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്യാനിടയാക്കിയത്. ഇന്ന് രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടെ തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ദൈവം തന്നിരിക്കുന്ന ഈ നല്ല കാലാവസ്ഥയിൽ, ഈ നല്ല സാഹചര്യത്തിൽ നമുക്കൊരുമിച്ച് ദൈവവചന ധ്യാനത്തിനായിട്ട് പങ്കുചേരാം. ഇന്ന് രാത്രിയത്തെ ദൈവവചന ഘോഷണത്തിനായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ മൈക്കിലൂടെ ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളുടെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ വായിച്ച് കേൾപ്പിക്കപ്പെട്ട തിരുവെഴുത്തിൻ്റെ മുമ്പ് നമ്മെ തന്നെ സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവനെ വെച്ച് തന്ന യേശുവിനെ ഉയർത്തുവാൻ ഇന്ന് രാത്രിയിൽ അങ്ങ് നൽകി തന്ന വിലയേറിയ സമയത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. വായിക്കപ്പെട്ട തിരുവെഴുത്തുകളിലൂടെ അങ്ങയുടെ ജനത്തോട് ഇന്ന് രാത്രി സംസാരിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഓരോ ഉള്ളങ്ങളെയും അവിടുന്ന് സ്പർശിക്കണമേ. കേൾക്കുന്ന വചനങ്ങൾ 30, 60, 100 മേനി ഫലമുളവാക്കുന്നതായി തീരാനിടയാക്കണം. പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ അങ്ങയുടെ ജനത്തോട് സംവാദിക്കേണ്ടതിന് അടിയൻ്റെ അതരത്തിൽ വചനത്തെ തരണമേ. പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ സംസാരിക്കണമേ. അവൻ അതിനായി അടിയൻ്റെ നാവിനെ സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൾ പോലെയാക്കി ലാവണ്യ വാക്കുകളെ ഇന്ന് രാത്രി തരും. തിരുനാമം മാത്രം മഹത്വം എടുക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമ്മളിന്ന് രാത്രി വായിച്ചതായ തിരുവെഴുത്തിൽ പുതിയ നിയമഗ്രന്ഥത്തിനകത്ത് ഏക ചരിത്ര പുസ്തകമായ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യന്മാരും തമ്മിലുള്ള സംഭാഷണമാണ്. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന യേശു കർത്താവും ശിഷ്യന്മാരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവർ ഒലിവുമലയിൽ ഇരിക്കുന്നതായ സമയം യേശു കർത്താവും അവരുമായിട്ടുള്ള സംഭാഷണമാണ് അവിടുത്തെ പ്രതിപാദ്യ വിഷയം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഇഹലോകത്തിലെ അവതാരം അഥവാ ഇഹലോകത്തിലേക്ക് അവിടുന്ന് വന്നത് ഒരു യാദർച്ഛിക സംഭവമായിരുന്നില്ല. വേദപുസ്തകത്തിൽ ക്രിസ്തു ലോകത്തിൽ വരുന്നതിനും 1000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ മുന്നറിയിച്ച തിരുവെഴുത്തുകളുടെ നിവൃത്തിയാണ് കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തു ഇഹലോകത്തിലേക്ക് വന്ന കാലത്തെക്കുറിച്ച് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം രേഖപ്പെടുത്തി. ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം,
കാലസമ്പൂർണത വന്നപ്പോൾ, ഒന്ന് വായിച്ചുള്ള വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ച് അയച്ചത്. ശ്രദ്ധിച്ചേ, ആ വാക്കുകൾ ഓരോന്നും അപ്പോസ്തലനായ പൗലോസിലേക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. കാലത്തിന്റെ സമ്പൂർണത വന്നപ്പോൾ. സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ ജ്ഞാനിയായ സോളമൻ രാജാവ് കാലത്തെ വിവിധ തരങ്ങളിലാണ് അവിടെ അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. എല്ലാറ്റിനും ഒരു കാലം നിയമിച്ചിരിക്കും. ആമേൻ. ഏത് കാര്യത്തിനും ഒരു കാലം, ഒരു സമയം ദൈവം നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. ഒന്ന് വായിച്ചതിന്റെ 3-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച്. എല്ലാറ്റിനും ഒരു സമയം, ഒരു കാലം ദൈവം നിയമിച്ചിരിക്കുന്നു. ആകാശത്തിന്റെ കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, നടാനൊരു കാലം, നട്ടത് പറിക്കാനൊരു കാലം, കൊല്ലാനൊരു കാലം, സൗഖ്യമാക്കാനൊരു കാലം, ഇടിച്ചു കളയാനൊരു കാലം, പണിയാനൊരു കാലം, കരയാനൊരു കാലം, ചിരിപ്പാനൊരു കാലം. ഇനി അതും കുറേ ഇങ്ങനെ കാലക്കണക്കുകൾ ജ്ഞാനിയായ ശലോമോൻ രേഖപ്പെടുത്തിയിരിക്കും. ഇതൊക്കെ വായിച്ച് കേൾപ്പിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ രേഖപ്പെടുത്തി ഇങ്ങനെയാണ്: ഇത് വായിക്കുന്നവർക്ക് അനുഗ്രഹം, കേൾക്കുന്നവർക്ക് അനുഗ്രഹം, ഇത് പ്രമാണിക്കുന്നവർക്ക് അനുഗ്രഹം. അതുകൊണ്ട് തിരുവെഴുത്തിലെ ഭാഗങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്ന ഇച്ചിരിയുടെ ഭംഗി എന്ന് എനിക്ക് തോന്നുകയാണ്. ആമേൻ. ഇവിടെ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: സകലറ്റിനും ഒരു കാലം ദൈവം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, കാലത്തിൻ്റെ സമ്പൂർണത വന്നപ്പോൾ യേശു കർത്താവിനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ്റെ കീഴുള്ളവനായി പിതാവാം ദൈവം പുത്രനാം ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. ഒന്നുകൂടെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം അവിടുത്തെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവനായി നിയോഗിച്ച് അപ്പോയിന്റ്മെന്റ് ചെയ്ത് അയച്ചത്. ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ കാലത്തിന്റെ സമ്പൂർണത വന്നപ്പോൾ ക്രിസ്തുവിനെ സ്ത്രീയുടെ സന്തതിയായി ജനിക്കേണ്ടതിന് പിതാവാം ദൈവം പുത്രനാം ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. കർത്താവായ യേശു ക്രിസ്തു ഇഹലോകത്തിലേക്ക് ജഡാവതാരം എടുക്കുന്നതിനും 1000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ച് വെച്ച ഒത്തിരി പ്രവാചന സംഗമേൻ ഒരു ലിസ്റ്റ് തന്നെ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ വായിച്ചാൽ യേശു കർത്താവ് ആരിൽ ജനിക്കണം, എവിടെ ജനിക്കണം, അവിടുത്തെ ശുശ്രൂഷ എങ്ങനെയായിരിക്കണം, അവിടുത്തെ പ്രവർത്തന നിലവാരങ്ങൾ ഏത് തരത്തിലായിരിക്കണം, അവിടുത്തെ കഷ്ടാനുഭവങ്ങൾ എങ്ങനെയായിരിക്കണം, അവിടുത്തെ മരണത്തിൻ്റെ വിധം എങ്ങനെയായിരിക്കണം, എവിടെ അടക്കപ്പെടണം, ഏതു ദിവസം എന്ന് ഉയർത്തെഴുന്നേൽക്കണം, അവയെ തുടർന്നുള്ളതായ നടപടിക്രമങ്ങൾ സകലതും ക്രിസ്തു ലോകത്തിൽ വരുന്നതിന് മുമ്പ് പ്രവചിക്കപ്പെട്ട ഒരേ ഒരു രക്ഷകൻ, അത് യേശു ക്രിസ്തു മാത്രമാണ്. അവൻ ലോകത്തിൽ ഒത്തിരി രക്ഷകന്മാർ വന്നിട്ടുണ്ട്, ഒത്തിരി അവതാരകർ വന്നിട്ടുണ്ട്. പക്ഷേ മുൻകൂട്ടി പ്രസ്താവിക്കപ്പെട്ട ഒരേ ഒരു രക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണ്. ജഡമെടുക്കുന്നത് കന്യകയിലായിരിക്കണമെന്ന്, വഴിയമ്പലത്തിൽ ബെത്ലഹേമിലെ എഫ്രാത്തയിൽ ജനിക്കണമെന്ന്, ഈ ലോകത്തിൽ ജനനം മുതൽ കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമെന്ന്, അവിടുത്തെ ശുശ്രൂഷ അനേകരുടെ ആശ്വാസത്തിനും അനേകരുടെ യഥാസ്ഥാനത്തിനും കാരണമാകുമെന്ന്, അവിടുന്ന് കാലത്തിൻ്റെ പൂർണ്ണതയെത്തുമ്പോൾ കഷ്ടമനുഭവിച്ച് മരക്കുരിശിൽ മരിക്കണമെന്ന്, സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവർ തള്ളിക്കളയുമെന്ന്, അവിടുത്തെ അടക്കം സമ്പന്നന്മാരോട് കൂടെയായിരിക്കുമെന്ന്, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യോന കടലാനയുടെ വയറ്റിൽ 3 പകലും 3 രാവും ഇരുന്നത് പോലെ മനുഷ്യപുത്രനും ഇരിക്കേണ്ടതാകുന്നു എന്നും, അവിടുന്ന് മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുമെന്നും മുൻകൂട്ടി അറിയിച്ച കർത്താവായ യേശു ക്രിസ്തു കാലത്തിൻ്റെ സമ്പൂർണത വന്നപ്പോൾ ഇഹലോകത്തിൽ അവിടെ നിന്ന് അവതരിപ്പിക്കാൻ ഇടയായിത്തീർന്നു. എന്താണ് ആ കാലത്തിൻ്റെ സമ്പൂർണത?
മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തിന് പാപപരിഹാരത്തിന് ദൈവം കൊടുത്ത ഒരു പ്രത്യേക നിയമമായിരുന്നു യാഗങ്ങൾ എന്നത്. ഒരുത്തൻ പാപം ചെയ്താൽ ഒരു മൃഗത്തെ അവൻ തിരഞ്ഞെടുക്കണം, പുരോഹിതൻ അവൻ്റെതായ കണക്കിന്, പിന്നെ സാധാരണക്കാരൻ അദ്ദേഹത്തിൻ്റെതായ നിലവാരത്തിൽ, പ്രഭുക്കന്മാർ അവരുടേതായ നിലവാരത്തിൽ മൃഗങ്ങളെ തിരഞ്ഞെടുത്ത് നേരെ പുരോഹിതൻ്റെ അടുക്കലേക്ക് ചെല്ലണം. പ്രാകാരത്തിൽ സ്ഥാപിതമായിരിക്കുന്ന യാഗപീഠത്തിൻ്റെ അടുക്കൽ ചെന്ന് ഈ മനുഷ്യൻ തൻ്റെ പാപം മുഴുവൻ മനുഷ്യനായ പുരോഹിതനോട് ഏറ്റുപറയണം. ആ മനുഷ്യൻ ഇരു കരങ്ങളും ഈ മനുഷ്യൻ്റെ കരങ്ങൾ പിടിച്ച് ആ മൃഗത്തിൻ്റെ ശിരസിൽ വെച്ച് ഈ മനുഷ്യൻ്റെ പാപത്തെ പാപമെന്തെന്നറിയാത്ത, ഈ മനുഷ്യൻ ചെയ്തതുപോലെ പാപം ചെയ്യാത്ത മൃഗത്തിൻ്റെ മേൽ ചുമത്തി ഇവൻ നോക്കി നിൽക്കവേ തന്നെ ആ മൃഗത്തെ ഈ മനുഷ്യൻ്റെ മുമ്പിൽ വെച്ചതിനെ കൊന്ന് അതിൻ്റെ തുകൽ അതിൽ നിന്ന് പൊളിച്ചു മാറ്റി ആ ശരീരത്തെ കണ്ണം കണ്ണമായി നുറുക്കി ആ യാഗപീഠത്തിൽ അർപ്പണം ചെയ്യുമ്പോൾ ഈ മനുഷ്യനോട് പറയുന്ന അടുത്ത പദമാണ്, ആ മൃഗത്തിൻ്റെ രക്തം ഒരു പാത്രത്തിലെന്തി വിശുദ്ധ സ്ഥലത്തേക്ക് ചെന്ന് കർത്തൃസനെ അർപ്പണം ചെയ്തിട്ട് പറയും, മനുഷ്യ സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, നിന്റെ പാപത്തെ ദൈവം മോചിച്ചിരിക്കുന്നു. ഈ വാക്കുകൾ പറഞ്ഞവനെ പറഞ്ഞു വിടുന്ന സമയം തന്നെ വീണ്ടും അവൻ പാപം ചെയ്തുകൊണ്ടാണ് അവൻ്റെ യാത്ര. വീണ്ടും അവൻ ചെല്ലുന്നു, വീണ്ടും ഒരു മൃഗത്തെ പിടിക്കുന്നു. പാപബോധം അവനെ വല്ലാതെ അലട്ടുമ്പോൾ വീണ്ടും അവൻ ആലയത്തിൽ വരുന്നു, പുരോഹിതൻ്റെ അടുക്കൽ വന്ന് പാപത്തെ പറയും. ഇതായിരുന്നു ന്യായപ്രമാണം മനുഷ്യനെ ഇങ്ങനെ നയിച്ചു വരുമ്പോൾ. ഈ യാഗങ്ങൾ കൊണ്ട് പാപത്തിന് പൂർണ്ണമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് വ്യവസ്ഥ നൽകിയ ദൈവം തന്നെ കണ്ടിട്ട് മനുഷ്യനോട് പറഞ്ഞ, മനുഷ്യൻ്റെ മുമ്പിൽ അവതരിക്കുവാൻ ഉന്നതങ്ങളിൽ നിന്ന് അയച്ച കാലസമ്പൂർണതയിൽ പ്രത്യക്ഷമായ ഏകരക്ഷകനാണ് കർത്താവായ യേശുക്രിസ്തു. ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്. ഫിലിപ്പി ലേഖന 2-ാമത്തെ അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ 2-14-15 വാക്യങ്ങൾ, രണ്ടാമത്തെ അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി അവിടുന്ന് ഈ ലോകത്തിലേക്ക് അവതരിച്ചു എന്ന് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ക്രിസ്തു ആരായിരുന്നു? സാക്ഷാൽ ദൈവമായിരുന്നു. അവിടുന്ന് വേഷാൽ മനുഷ്യനായി ഇഹലോകത്തേക്ക് കാലത്തിൻ്റെ സമ്പൂർണതയെത്തിയപ്പോൾ അവതരിക്കപ്പെട്ട ഏകരക്ഷകനാണ് ക്രിസ്തു. എന്തിന് കർത്താവ് ഈ ജഡാവതാരം എടുത്തു? എബ്രായ ലേഖനത്തിൽ അതിൻ്റെ 2-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ. ഒന്ന് വായിച്ചുള്ളൂ എബ്രായ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവനും മനുഷ്യരെ പോലെ മക്കളെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ ക്രിസ്തു അവിടുത്തെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. ശ്രദ്ധിച്ചേ, അവിടെ വായിക്കുന്നത് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകും. അപ്പൊ ക്രിസ്തു എന്തിനാണ് ജഡാവതാരം എടുത്തത്? എന്തുകൊണ്ട് ദൈവത്വത്തിൽ അവിടെ ഇങ്ങോട്ട് വന്നില്ല? പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളെന്ന് വിചാരിക്കാതെ കാലത്തിന്റെ തികവിങ്കൽ വേഷത്തിൽ മനുഷ്യനായി യേശു എന്തിനാണ് ലോകത്തിൽ അവതരിച്ചത്? എന്തുകൊണ്ടാണ് ജഡാവതാരം എടുത്തത്? എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ, അവിടുത്തെ സൃഷ്ടിയായ മനുഷ്യൻ ജഡരക്തങ്ങളോട് കൂടിയവനാകയാൽ യേശു ജഡാവതാരമെടുത്ത് ലോകത്തിൽ വന്നു. എന്തുകൊണ്ടാണ് യേശു ജഡാവതാരം എടുത്തത്? അതറിയാൻ 2 തീമോഥെയോസ് ലേഖനം 1 തീമോഥെയോസ് ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായം 15 മുതലുള്ള വാക്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താരി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആരും കണ്ടിട്ടില്ലാത്തവനും ആർക്കും കാണാൻ കഴിയാത്തവനുമാരോ അവിടുന്നാണ് ദൈവം. അപ്പോൾ ധന്യനായ ഏകാധിപതി, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആരും കണ്ടിട്ടില്ലാത്തവൻ, ആർക്കും കാണാൻ കഴിയാത്തവനായ ക്രിസ്തു എന്തിന് ജഡാവതാരം എടുത്തു? നമുക്കറിയാം, ഒരിക്കൽ ദൈവപുരുഷനായ മോശ ദൈവത്തെ ഒന്ന് കാണാൻ അദ്ദേഹം വളരെ ആശിച്ചു. സ്തോത്രം. എന്നോട് സംസാരിച്ച ദൈവത്തെ എനിക്കൊന്ന് നേരിട്ട് കാണണം. ദൈവം കൊടുത്ത മറുപടി ഇങ്ങനെ, മോശേ, എന്നെ കണ്ടിട്ട് മനുഷ്യനായി നിനക്ക് ജീവിച്ചിരിക്കാനായി കഴിയുകയില്ല. എങ്കിലും നിന്റെ ആഗ്രഹം ഇതാകയാൽ ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ഞാൻ നിന്നെ ആക്കും. ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കൈ കൊണ്ട് നിന്റെ മുഖം ഞാൻ മറയ്ക്കും.
എൻ്റെ പിൻഭാഗം നീ കാണും, എൻ്റെ മുഖമോ നിനക്ക് കാണാവുന്നത് അല്ല. മനുഷ്യൻ ഒരിക്കലും ദൈവമുഖം കണ്ടിട്ട് ജീവിച്ചിരിക്കാൻ കഴിയുകയില്ല. കാരണമെന്ത്? സകലത്തെയും ഇല്ലായ്മയിൽ വിളിച്ചു വരുത്തിയ, ശൂന്യതയെന്ന് വാക്കാൽ ഉളവാക്കിയ, ഇന്ന് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയിൽപ്പെടുന്ന സകല സൃഷ്ടികളും അത്യുന്നതനായ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. വാനഗോളങ്ങൾ മുഴുവൻ അത്യുന്നതനായ ദൈവമാ സൃഷ്ടിച്ചത്. തേജോമനായ ദൈവം, തേജസ്സിൻ്റെ പ്രഭയിൽ വസിക്കുന്ന ദൈവം, സകലത്തെ നിർമ്മിച്ചവൻ ഇഹലോകത്തിലെ അതേ തേജസ്സിൽ വന്നാൽ പാപിയായ മനുഷ്യന് തേജോമനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽപ്പാൻ കഴിയാത്തതുകൊണ്ട് തേജസ്സും മഹത്വവും മഹിമയും മാറ്റിവെച്ചിട്ട് വേഷാൽ ജഡാവതാരമെടുത്ത് കാലത്തിൻ്റെ സമ്പൂർണതയിൽ സ്ത്രീയിൽ അവിടുന്ന് അവതരിച്ച് പാലസ്തീൻ്റെ മണ്ണിൽ അവിടുന്ന് ജനനമെടുക്കാനിടയായി. അപ്പോൾ മാനവകുലത്തിൻ്റെ രക്ഷ ലക്ഷ്യമാക്കിക്കൊണ്ട് ദൈവരൂപം മാറ്റിവെച്ച് ഇഹലോകത്തിലേക്ക് കടന്നു വന്ന ഏകരക്ഷകൻ യേശുക്രിസ്തു മാത്രമാണ്. ഇനി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ യേശു കർത്താവ് ലോകത്തിൽ അവതരിച്ച അവിടുത്തെ വീണ്ടെടുപ്പിൻ മഹത്വം വെളിപ്പെടുത്തിയിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. 1 കൊരിന്ത്യ ലേഖനം 1-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. 1 കൊരിന്ത്യ ലേഖനം 1-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവം മനുഷ്യന് വേണ്ടി തിരഞ്ഞെടുത്ത 3 സാഹചര്യങ്ങളെ 3 തലങ്ങളിലാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഒന്ന്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. എന്താണ് ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകത്തിൽ ദൈവം അവൻ ഭോഷത്വമായിട്ട് തിരഞ്ഞെടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു? നമുക്കറിയാം, മത്തായി സുവിശേഷം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ ദിവ്യമായ ഒരു നക്ഷത്രം ആകാശവിരവിൽ കണ്ടിട്ട് ശാസ്ത്രജ്ഞന്മാർ ആ ദിവ്യ നക്ഷത്രം ലക്ഷ്യമാക്കി യാത്രയായി. അവർ യാത്ര ചെയ്ത് വന്നെത്തിയത് ഹേരോദ രാജാവിൻ്റെ കൊട്ടാരത്തിലായിരുന്നു. കൊട്ടാരത്തിൽ വന്ന് അന്വേഷിച്ചത് ഇങ്ങനെയാണ്: യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ജ്ഞാനികളായവർ, മഹത്തുക്കളായവർ പൊന്ന്, വെള്ളി, അതുപോലെ പൊന്ന്, കുന്തിരിക്കം തുടങ്ങിയ വിവിധ വസ്തുക്കളുമായി യേശു കർത്താവിനെ കാണാനായിട്ട് വരിക. ഒരു രാജാവിനെ കാണാനായിട്ട് അവർ കടന്നു വരികയാണ്. കാണാനായിട്ട് കടന്നു വരുന്ന സമയം അതിനെ കാഴ്ചവെക്കുവാൻ അന്വേഷിച്ചത് ഹേരോദ രാജാവിൻ്റെ കൊട്ടാരത്തിലായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ ജനനം വഴിയമ്പലത്തിൽ ജനിച്ചു. ക്രിസ്തുവിനെ പശുത്തൊട്ടിയിൽ കിടത്തി. വഴിയമ്പലത്തിൽ ജനിച്ച് പശുത്തൊട്ടിയിൽ കിടത്തപ്പെട്ട ക്രിസ്തുവിനെ ലോകത്തിലെ ജ്ഞാനികൾ അന്വേഷിച്ചത് പശുത്തൊട്ടിയിലല്ല, വഴിയോരത്തിലല്ല, പിന്നെയോ അവർ തിരക്കിച്ചെന്നത് അന്നത്തെ രാജാവിൻ്റെ കൊട്ടാരത്തിലായിരുന്നു. കാരണം ഒരു രാജാവ് ജനിച്ചതിൻ്റെ ദിവ്യ നക്ഷത്രമാണ് ആകാശവിരവിൽ കണ്ടത്. ആ നക്ഷത്രത്തെ പിൻഗമിച്ച് ജ്ഞാനികൾ ചെന്നത് ഹേരോദ രാജാവിൻ്റെ കൊട്ടാരത്തിലെങ്കിൽ ജ്ഞാനികളെ ലജ്ജിപ്പിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം നടന്നത് കൊട്ടാരത്തിലായിരുന്നില്ല, വഴിയോരത്തിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം ഏറ്റവും ഭോഷത്വമായിരുന്നു. വഴിയമ്പലത്തിൽ ജനിച്ചവൻ, പശുത്തൊട്ടിയിൽ കിടത്തിയവൻ, ഇവനാണോ ദൈവമെന്ന് ജ്ഞാനികൾ ചോദിക്കുമാറ് അവിടുത്തെ ജനനം ഏറ്റവും മനുഷ്യകാഴ്ചയ്ക്ക് ഹീനമായിരുന്നു. രണ്ടാമത്തെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഏറ്റവും ഹീനമായത് അവിടുന്ന് തിരഞ്ഞെടുത്തു. എന്താണ് ബലമുള്ളത്? ദൈവം തിരഞ്ഞെടുത്ത ബലഹീനം എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന 30-ാമത്തെ വയസ്സിലാണ്. യേശു കർത്താവ് തിരഞ്ഞെടുത്തത് ലോകത്തിന്റെ കാഴ്ചയ്ക്ക് ഏറ്റവും ബലഹീനരെയാണ്. അവൻ മർക്കോസ് സുവിശേഷം 3-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവ് മലമേൽ കയറി അവിടുത്തേക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. കൂടെ ഇരിപ്പാനും പോയി വചനം പ്രസംഗിപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അയക്കേണ്ടതിന് 12 പേരെ നിയമിച്ചു. ആ 12 പേരിൽ ചിലർ ചുങ്കം പിരിവുകാരായിരുന്നു. ചിലർ മത്സ്യബന്ധനത്തിന് കടന്നു പോകുന്ന മീൻപിടുത്ത തൊഴിൽ ചെയ്തു വന്നവരായിരുന്നു. ലോകം വെറുത്തവർ, ലോകം പകച്ചവർ, ലോകത്തിൻ്റെ മുമ്പിൽ വിദ്യാഹീനർ,
എടുത്തു പറയത്തക്ക മാന്യതകളോ ശ്രേഷ്ഠതകളോ ഇല്ലാത്ത 12 പേരെ യേശു കർത്താവ് ശിഷ്യരാക്കി എടുക്കുമ്പോൾ എത്രയോ ശ്രേഷ്ഠന്മാരായ മതപണ്ഡിതന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും യേശു കർത്താവിൻ്റെ ആകാൻ ആഗ്രഹിച്ചവരുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചാൽ ഇവിടെ കാണുന്നുണ്ട്, യേശു കർത്താവിൻ്റെ രഹസ്യ ശിഷ്യനായിരുന്നു നിക്കോദിമോസ്. അദ്ദേഹം ഒരു രാത്രി യേശു കർത്താവിൻ്റെ അടുക്കൽ വന്നു. പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഗുരു, അവിടുന്ന് വാസ്തവമായി ദൈവത്തിൻ്റെ അടുക്കൽ വന്ന വ്യക്തിയല്ലായിരുന്നു എങ്കിൽ നിശ്ചയമായി ഈ ചെയ്യുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും അങ്ങേക്ക് ചെയ്യാൻ കഴിയുകയില്ലായിരുന്നു. അപ്പോൾ നല്ല ഗുരു എന്ന് വിളിച്ചുകൊണ്ട് യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന നിക്കോദീമോസിനോട് യേശു കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: അല്ലയോ പള്ളിപ്രമാണിയായ നിക്കോദീമോസേ, താങ്കൾ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ താങ്കൾക്ക് കഴിയുകയില്ല. നോയിക്കേ, സാധാരണക്കാരായ ശിഷ്യന്മാരെ മാത്രം കൂടെ കൊണ്ട് നടക്കാൻ കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ വേണമെങ്കിൽ ഒരു നിക്കോദീമോസിനെ കർത്താവിന് തിരഞ്ഞെടുക്കാമായിരുന്നു. ഒരു അരിമത്യക്കാരനായ യോസേഫിനെ തിരഞ്ഞെടുക്കാമായിരുന്നു. അദ്ദേഹം നാട്ടുപ്രമാണിയായിരുന്നു, നാട്ടുകാർ അറിയുന്ന വ്യക്തിയായിരുന്നു. ലോകമറിയുന്ന ആരെയും കർത്താവ് തിരഞ്ഞെടുത്തില്ല. നിക്കോദീമോസിനോട് യേശു പറഞ്ഞത്, പുതുതായി ജനിച്ചില്ല എങ്കിൽ താങ്കൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. യേശുവിനോട് അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ്: ഞാൻ ഇന്ന് വൃദ്ധനാണ്, ഇനി എങ്ങനെയാണ് എനിക്ക് ജനിക്കാനായിട്ട് കഴിയുന്നത്? എനിക്കിനി ഒന്നേന്ന് ജനനം സാധ്യമാണോ? യേശു കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: താങ്കൾ പള്ളിപ്രമാണിയായിട്ടും വീണ്ടും ജനനം എന്തെന്ന്, പുതുജനനം എന്തെന്ന് അറിയുന്നില്ലയോ? അതിന് കർത്താവ് വീണ്ടും പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: വെള്ളത്താലും ആത്മാവിനാലും താങ്കൾ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. എന്താണ് വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനം? വെള്ളം സമം ദൈവത്തിൻ്റെ വചനം, ആത്മാവ് സമം പരിശുദ്ധാത്മാവ്. എന്താണ് വചനത്തിൻ്റെ പ്രത്യേകത? എന്താണ് ആത്മാവിൻ്റെ പ്രത്യേകത? എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ഞകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേദിപ്പാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സകല പാപത്തെയും വെളിപ്പെടുത്തുവാൻ കഴിയുന്ന, തെറ്റിനെ തെറ്റായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന, പാപബോധം വരുത്തുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. ദൈവവചനത്തെ അപ്പോസ്തലനായ പൗലോസ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത് 2 സൈഡും മൂർച്ചയുള്ള ഒരു വാളിന് തുല്യമാണ് ദൈവത്തിൻ്റെ വചനം. ഇതിന് ജീവനുണ്ട്, ചൈതന്യമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് ജീവൻ വരുത്താൻ കഴിയും, ചൈതന്യം വരുത്തുവാനായിട്ട് കഴിയും. അർത്ഥപ്രാണനായി മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ടവനെ ജീവിപ്പിക്കാൻ കഴിയുന്ന ഒന്നേ ഉള്ള ഉലകത്തിൽ അത് ദൈവത്തിൻ്റെ വചനമാണ്. എന്താണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത? ദൈവത്തിൻ്റെ അഭിഷിക്തനായി യിരെമ്യാ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ വചനം തീ പോലെയും ആ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമല്ലയോ? വീണ്ടും പ്രഭാഷകനായ അനുഗ്രഹീതനായ സോളമൻ രാജാവും അതുപോലെ സങ്കീർത്തന പുസ്തകങ്ങളും പറയുന്നത് ഇങ്ങനെയാണ്: ആ വചനം തേൻ പോലെ മധുരമുള്ളതാണ്, തേൻകട്ടയേക്കാൾ മാധുര്യമേറിയതാണ്. അതിനാൽ എനിക്കും പ്രബോധനം ലഭിച്ചു. ജീവിതത്തിൽ ലക്ഷ്യബോധം നൽകുന്ന, പാപബോധം നൽകി സത്യത്തിലേക്ക് നടത്തുവാൻ കഴിയുന്ന, ഏത് പാപത്തെയും പാപമാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഏക പുസ്തകം തിരുവെഴുത്താണ്. ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനമാണ്. ഈ വചനത്തിന് പ്രത്യേകതകൾ 3 വേദപുസ്തകം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യം: ദൈവത്തിൻ്റെ വചനം കേട്ടവരുടെ ഉള്ളിൽ കുറ്റബോധമുണ്ടായി, കുത്തൽ ഉണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യം അവിടെ വായിക്കുന്നു: ദൈവത്തിൻ്റെ വചനം ഒരു മനുഷ്യനെ ചെത്തി വെടിപ്പാക്കുന്നു. മുന്തിരി വള്ളി ഇവിടെ തലപ്പ് ചെത്തി വെടിപ്പാക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം ഒരു മനുഷ്യനെ ചെത്തി വെടിപ്പാക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എമ്മൗസിലേക്ക് കടന്നുപോയ ശിഷ്യന്മാർ പറഞ്ഞത് ഇങ്ങനെയാണ്: അവൻ വചനത്തിൽ നിന്ന് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലയോ? അപ്പോൾ ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്ത്? ജീവൻ വരുത്തുവാൻ കഴിയും, ചൈതന്യം വരുത്തുവാൻ കഴിയും, കുറ്റബോധം ഉളവാക്കുവാൻ കഴിയും. ജീവിതത്തിൽ ഒരു പണി നടത്തുവാൻ ചെത്തി നിന്നെ മിനുസപ്പെടുത്തി കൊള്ളാകുന്ന ഒരു വ്യക്തിത്വമാക്കാൻ കഴിയും. ദൈവവചനത്തിന് ആത്മീകമായ ഒരു ഉണർവ് വരുത്തുവാൻ, ഒരു കത്തൽ വരുത്തുവാൻ കഴിയും. ഈ വചനത്താൽ നിക്കോദീമോസേ
താങ്കൾ ജീവിക്കണം. 2, ആത്മാവിനാൽ ജീവൻ പ്രാപിക്കണം, പുതുജന്മം പ്രാപിക്കണം. എന്താണ് ആത്മാവിന്റെ പ്രത്യേകത? യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധ ആത്മാവിനെ കുറിച്ച് പറയുന്ന ഇങ്ങനെയാണ്. ആമേൻ. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. അപ്പോൾ പാപത്തെ ബോധം വരുത്തുന്ന, നീതിയെ ബോധം വരുത്തുന്ന, ആമേൻ, സത്യത്തെ ബോധം വരുത്തുന്ന, ന്യായവിധിയെ ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനാൽ താങ്കൾ വീണ്ടും ജനനം പ്രാപിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ നിത്യതയിൽ കടന്നു പോകാൻ ആമേൻ നിക്കോദീമോസിനെ യേശു കർത്താവ് പഠിപ്പിക്കുക. എന്തൊക്കെ താങ്കൾക്ക് വേണം? വചനത്താലും പരിശുദ്ധാത്മാവിനാലും ജനനം പ്രാപിച്ചില്ല എങ്കിൽ നിത്യതയിൽ കടക്കാനായി കഴിയുകയില്ല. പ്രിയരെ, ഈ പള്ളിപ്രമാണിമാരെ, വീണ്ടും ജനനം നടക്കാത്ത പള്ളിപ്രമാണിമാരെ ആമേൻ ശിഷ്യഗണമായി തിരഞ്ഞെടുക്കാതെ അവരെ ലജ്ജിപ്പിക്കത്തക്കവണ്ണം, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കത്തക്കവണ്ണം ബലവാന്മാരായവരെ ശിഷ്യഗണമാക്കി മാറ്റാതെ യേശു കർത്താവ് തിരഞ്ഞെടുത്തത് മനുഷ്യകാഴ്ചയ്ക്ക് വിദ്യാഹീനരായ, എളിയവരായ, സാധുക്കളായ, സാധാരണക്കാരായ ചിലരെ കർത്താവ് തിരഞ്ഞെടുപ്പാനിടയായി. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ലോകത്തിൽ അവിടുന്ന് ബലഹീനമായത് തിരഞ്ഞെടുത്തു. ആ ബലഹീനത തിരഞ്ഞെടുത്ത നാഥന്റെ സ്നേഹമാണ് ഇന്ന് രാത്രി പുസ്തകവും പിടിച്ചുകൊണ്ട് ഈ മൈക്രോഫോണുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാനും കർത്താവ് കൃപ ചെയ്തത്. ജ്ഞാനികളെ തിരഞ്ഞെടുക്കാതെ, ആമേൻ, ശ്രേഷ്ഠജനത്തെ തിരഞ്ഞെടുക്കാതെ, ആമേൻ, മനുഷ്യന്റെ കാഴ്ചയ്ക്ക് എളിയവരെന്ന് തോന്നിയവരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുകളെ വിവേദിപ്പാൻ പ്രഖ്യാപിക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്ത് അപ്പോസ്തല ഗണങ്ങൾ പലയിടത്തും വചനം ഘോഷിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞത്, മഹാപുരോഹിത ഗണം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവർ പഠിപ്പില്ലാത്തവരല്ലയോ, പിന്നെ എവിടുന്നാണ് ഇവർക്ക് ഇത്രയും ജ്ഞാനം? എന്നിട്ട് അവർ പറഞ്ഞത്, ഇവർ യേശുവിനോടൊപ്പം ഉള്ളവരായിരുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞു. ഒന്നാമത്തെ കാര്യം അവിടെ പറഞ്ഞത്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഏറ്റവും ഹീനമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഏറ്റവും ഹീനമായത് തിരഞ്ഞെടുത്തു. മൂന്നാമത്തെ കാര്യം പറയുന്നത്, ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ലോകത്തിൽ അവിടുന്ന് കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും അവിടുന്ന് തിരഞ്ഞെടുത്തു. എന്താണ് ഉള്ളത്? എന്താണ് അതിനെ ഇല്ലായ്മ ചെയ്തത്? എന്തിനാണ് കർത്താവ് നികൃഷ്ടമായത് തിരഞ്ഞെടുത്തുവെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉള്ളത് സമം മാനവകുലത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി ദൈവം അനുവദിച്ചു കൊടുത്ത ഖനനയാഗങ്ങൾ, ഹോമയാഗങ്ങൾ, സമാധാനയാഗങ്ങൾ, സൗരഭ്യവാസന യാഗങ്ങൾ തുടങ്ങി വിവിധ യാഗ കർമ്മങ്ങളും ഒപ്പം ഉത്സവങ്ങളും ദൈവം അവർക്ക് ദാനം ചെയ്തിട്ട് പറഞ്ഞു, ഇത് നീ വിശ്വസ്തയോടെ ചെയ്താൽ നിനക്ക് പാപമോചനമുണ്ട്, അകൃത്യത്തിൽ നിന്ന് മോക്ഷം നിനക്കുണ്ട്. എന്നാൽ പാപത്തിന്റെ പൂർണ്ണമായ പ്രായശ്ചിത്തം അതിൽ വരാതെ വന്നപ്പോൾ ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ, എന്താണ് ഉള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മനുഷ്യൻ പാപം ചെയ്താൽ ഒരാട്ടുകൊറ്റനെയോ ഒരു പശുക്കിടാവിനെയോ ഒരു കാളക്കിടാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ അവന്റെ സാമ്പത്തികത്തിനൊത്തവണ്ണം തിരഞ്ഞെടുത്ത് ദേവാലയത്തിൽ മഹാപുരോഹിതന്റെ അടുക്കൽ വരണം. പുരോഹിതൻ അതിനെ അവന്റെ മുമ്പിൽ വെച്ച് അവന്റെ പാപത്തെ മൃഗത്തിന്റെ മേലോ പക്ഷിമേലോ ചുമത്തി അവന് പകരമായി ആ ജീവനെ അവൻ അവിടെ ഖനിക്കണം. അത് മുഖാന്തരം ആ മനുഷ്യന് ലഭിക്കുന്നത് പാപമോചനം. ഇനി ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ ചെയ്തു വരുന്നത്, ലേവി കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് കൂറിന്റെ ക്രമപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട മഹാപുരോഹിതൻ ചെയ്തു വന്നത്, തനിക്കും തൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു മൃഗത്തെ തിരഞ്ഞെടുക്കുന്നു. ആമേൻ. ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നു. അവർ ഒരാണ്ട് മുഴുവൻ ചെയ്തു കൂട്ടിയ സകല പാപവും ആ മൃഗത്തിന്റെ മേൽ ചുമത്തുന്നു. ആ മൃഗത്തിന്റെ മേൽ ചുമത്തിയിട്ട് അതിനെ അറുക്കുന്നു. അതിന്റെ രക്തം ഒരു പാത്രത്തിലെടുക്കുന്നു. എന്നിട്ട് ഇസ്രായേൽ ഗണം സകലർക്കും വേണ്ടി ആമേൻ ഒരു മൃഗത്തെ തിരഞ്ഞെടുക്കുന്നു. സകല ജനത്തിന്റെയും പാപം ആ മൃഗത്തിന്റെ മേൽ ചുമത്തുന്നു. അതിനെയും മുറിക്കുന്നു. അതിന്റെ രക്തം ഒരു പാത്രത്തിലെടുക്കുന്നു. അവൻ ഒരു നൂല് കൊണ്ട് അവൻ നെയ്തെടുത്തതുപോലെ അണിയിച്ചൊരുക്കിയതായ നിലയങ്കി ധരിച്ച് ആ നിലയങ്കിയുടെ ഏറ്റവും താഴെ അണിയിച്ച് അവൻ നെയ്ത് പിടിപ്പിച്ച് ഒരു മണി ഒരു മാതളപ്പഴം എന്ന തോതിൽ നെയ്ത് പിടിപ്പിച്ച് മനോഹാരിതയായ വസ്ത്രം ആമേൻ ഇടം നെഞ്ചിലും വലം നെഞ്ചിലുമായി ഇസ്രായേലിന്റെ ഗോത്രത്തിന്റെ ഗണതയുടെ പേര് ആമേൻ നെഞ്ചത്തിൽ പതിപ്പിച്ച് മഹാപുരോഹിതൻ മാർപ്പതക്കം ധരിച്ച് ആമേൻ വർണ്ണപ്പകിട്ടാർന്ന വസ്ത്രാലങ്കാരത്തോടുകൂടെ അദ്ദേഹം പ്രാകാരം കിടക്കുന്നു. അടുത്ത് വിശുദ്ധ സ്ഥലത്ത്
സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു. അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ തേജസ്സ് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് അദ്ദേഹം കടന്നു ചെന്നിട്ട്, ദൈവമേ, ഞാനും ഈ ജനവും പാപം ചെയ്തു പോയി, ഞങ്ങളുടെ അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുവാനിതാ അറുക്കപ്പെട്ട മൃഗത്തിന്റെ രക്തവുമായി ഇതാ വരുന്നു. ജീവൻ രക്തത്തിലല്ലയോ നിലനിൽക്കണമെന്നുള്ള ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ പ്രകാരം നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളിതാ വരുന്നു. ഈ രക്തത്തെ അവിടുന്ന് നോക്കണമേ. മാനവകുലത്തിന്റെ പാപം മുഴുവൻ ഇതാ വഹിച്ചിരിക്കുന്ന രക്തത്തെ നോക്കണമേ എന്ന് പറഞ്ഞ് കർത്തൃപാദപീഠത്തിൽ അർപ്പണം ചെയ്തിട്ട് മഹാപുരോഹിതന്റെ തിരിച്ചു വരവ് വരെ ജനം പ്രാകാരത്തിൽ മുറ്റത്തവർ കാത്തു നിൽക്കുകയാണ്. വിശുദ്ധ സ്ഥലം കടന്ന്, അതിപരിശുദ്ധ സ്ഥലം കടന്ന് അകത്തേക്ക് കടന്നുപോയ മഹാപുരോഹിതൻ ഇതിനെ അർപ്പണം ചെയ്ത് തിരിച്ചു വരുമ്പോൾ മണിനാദം വീണ്ടും മുഴങ്ങിക്കേൾക്കും. ഓരോ കാഴ്ചപ്പാടുകൾ മുന്നോട്ടെടുത്ത് വയ്ക്കുമ്പോൾ മണിനാദം മുഴങ്ങിക്കേൾക്കും. പ്രാകാരത്തിലേക്ക് വരുന്ന ആ പുരോഹിതന്റെ വാക്കുകളുടെ ശബ്ദം കേൾക്കുവാൻ ജനം കാതോർത്തു നിൽക്കും. ഇരു കരങ്ങളും ഉയർത്തി സർവ്വജനത്തിന് നേരെ കരമുയർത്തി മഹാപുരോഹിതൻ ഇങ്ങനെ പറയും, യഹോവയായ ദൈവം സിയോനിൽ നിന്ന് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കട്ടെ. യഹോവയായ ദൈവം സിയോനിൽ നിന്ന് തിരുമുഖമുയർത്തി നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവയായ ദൈവം തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് അവിടുത്തെ സമാധാനം നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് പറയുന്ന വാക്കുകൾ കേട്ട് കഴിയുമ്പോൾ ജനം സന്തോഷത്തോടെ മടങ്ങിപ്പോകും. കാലത്തിന്റെ സമ്പൂർണത വന്നപ്പോൾ സ്ത്രീയിൽ ജനിച്ചവനായി മാനവകുലത്തിന്റെ രക്ഷകനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയപ്പോൾ അവിടെ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ഇതുവരെ നിലനിന്ന യാഗാർപ്പണങ്ങളെയും യാഗത്തിലൂടെ മോചനത്തെയും അവസാനിപ്പിക്കുവാൻ യേശു കർത്താവ് കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. എന്താണ് കുലഹീനം? ഒരു യഹൂദനും ക്രൂശിൽ മരിക്കുവാൻ ആഗ്രഹിക്കാറില്ല. റോമൻ നിയമമാണ് ക്രൂശ് മരണം. ആർക്കാണത്? അടിമകൾക്കാണത് കൊടുക്കാറുള്ളത്. രാജ്യദ്രോഹ കുറ്റം ചെയ്തവർക്കാണ് ക്രൂശ് മരണം കൊടുക്കാറുള്ളത്. പരസ്യ സ്ഥലത്ത് വെച്ച് അവരെ അടിച്ചിട്ട് ആ വ്യക്തിയെ കൊണ്ട് ക്രൂശ് ചുമപ്പിച്ച് ഉയരമുള്ള സ്ഥലത്തതിനെ കൊണ്ടുചെന്നിട്ട് ആ ക്രൂശിൽ ആ വ്യക്തിയെ തറച്ചു കഴിഞ്ഞാൽ ആ ശരീരം ആ ക്രൂശിൽ നിന്ന് ഇറക്കുകയില്ല. ആ ശരീരം അവിടെ തന്നെ കിടക്കും. കാരണം അടിമകൾ ഒരുമിച്ച് ചേർന്ന് പലപ്പോഴും റോമൻ ഭരണകൂടത്തിനെതിരെ അവൻ യുദ്ധം ചെയ്തിട്ടുണ്ട്, അവർ സമരം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെയും ഇതുപോലെ പലരും സമരം ചെയ്ത സമയങ്ങളിൽ അവരെ ക്രൂശിൽ തറച്ചിട്ട് ആ ശരീരം അത് നിറക്കത്തില്ല, അവിടെ തന്നെ കിടക്കും. ആ മനുഷ്യൻ ക്രൂശിൽ കിടന്ന് പിടഞ്ഞ് മരിക്കും. മരണം കഴിഞ്ഞാൽ കഴുകൻ സമൂഹം അവനെ കൊത്തിപ്പറച്ച് തിന്നുന്നത് സകല മനുഷ്യരും കാണും. എന്തിനീ ശിക്ഷാ നടപടി റോമൻ ഗവൺമെന്റ് സ്ഥാപിതമാക്കിയെന്ന് ചോദിച്ചാൽ ഒരുത്തനും രാജ്യദ്രോഹ കുറ്റം ചെയ്യാതിരിപ്പാൻ, റോമൻ ഭരണകൂടത്തിന് വിപരീതമായി എഴുന്നേൽക്കാതിരിപ്പാൻ. ഇങ്ങനെ ഇത് ചെയ്തു വരുമ്പോൾ ഒരു യഹൂദൻ ഒരിക്കലും ഇങ്ങനെ ഒരു മരണം അവന്റെ ആഗ്രഹമല്ല. ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല. എന്നാൽ മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പാപികളിൽ ഒരു പാപിയെ പോലെ യേശു കർത്താവ് മാനവകുലത്തിന്റെ പാപത്തെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യന് വേണ്ടി ക്രൂശ് മരം ചുമക്കുവാനിടയായി. ഹല്ലേലൂയ, ആമേൻ. ഒരു മൃഗം എങ്ങനെയാണോ ആ കൽത്തളത്തിൽ അർപ്പിക്കപ്പെടുന്നത്, അതുപോലെ യേശു കർത്താവ് അർപ്പിക്കപ്പെടേണ്ടതിന് ആ മരക്കുരിശ് ചുമക്കുവാനിടയായി. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു 33.5 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ യേശു കർത്താവ് ജീവിച്ചു. ആ കർത്താവിന്റെ പ്രബോധനത്തിന് താതുല്യം പ്രബോധിപ്പിക്കുവാൻ ലോകത്തിലൊരു പുരോഹിതനും കഴിഞ്ഞിട്ടില്ല. ജനസമൂഹം അത് കേട്ടിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ പുരോഹിതന്മാർ പ്രബോധിപ്പിക്കുന്നത് പോലെയല്ല, പ്രഭാഷണം ചെയ്യുന്നത് പോലെയല്ല യേശുക്രിസ്തുവിന്റെ പ്രഭാഷണം. അതിന് എത്രയോ വ്യത്യസ്തമാണ്. യേശു കർത്താവിന്റെ ആശ്വാസവാക്കുകൾ എത്രയോ വ്യത്യസ്തമാണ്. നമുക്കറിയാം, നൈലിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വിലാപയാത്ര വരികയാണ്. ഏകമകൻ മരിച്ചുപോയി. മഞ്ചത്തിൽ ആ മകനെ കിടത്തി ആ വിലാപയാത്ര വരുമ്പോൾ മാറത്തടിച്ച് കരയുന്ന ഒരമ്മ യേശു കർത്താവ് അടുക്കൽ ചെന്നു. നോക്കുമ്പോൾ ആരൊക്കെയോ ആ വ്യക്തിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവർ ആശ്വാസം കൈക്കൊള്ളുന്നില്ല. കാരണം എന്താണ്? ആശ്വസിപ്പിക്കുന്നവരെല്ലാവരും മക്കളുള്ളവരാണ്. മകൻ നഷ്ടപ്പെട്ടു പോയി ഇവർ മാറത്തടിച്ച് കരയുമ്പോൾ മക്കളുള്ളവരെല്ലാവരും നീ കരയുന്ന എന്തിനാ? കരഞ്ഞത് കൊണ്ട് തിരികെ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ യേശു കർത്താവ് അടുക്കൽ ചെന്ന് മഞ്ചത്തെ തൊട്ടു. മഞ്ചം ചുമക്കുന്നവർ നിന്നു. മഞ്ചത്തിൽ കിടക്കുന്നവൻ എഴുന്നേറ്റു. യേശു കർത്താവ് ആ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാനിടയായി. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും കാനാവിലെ
കല്യാണത്തിൽ വീഞ്ഞിനെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയതും, കടൽ മീതെ നടന്നതും, രോഗികളെ സൗഖ്യമാക്കിയതും, പക്ഷപാത രോഗികളെ നടത്തിപ്പിച്ചതും, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയതും, പാപിയെന്ന് മുദ്രകുത്തി കല്ലെറിയാൻ കൊണ്ടുവന്നവളോട് ഇനിമേലാൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് സമാധാനത്തോടെ പറഞ്ഞു വിട്ടതും, നാട്ടിൽ പാപിയെന്ന മുദ്രകുത്തി പാപം ചെയ്ത് പാപത്തിന് വേണ്ടി ജീവിച്ച് മനോഭാരത്താൽ യേശുവിന്റെ കാൽക്കൽ വന്ന് കവിണ് വീണ് പരിമള തൈലം അവിടെ വെച്ച് പൊട്ടിച്ച് കണ്ണുനീരുകൊണ്ട് കാലിനെ നനച്ച് തലമുടി കൊണ്ട് തുവർത്തി പരിമള തൈലം കാൽക്കൽ പുരട്ടി ആ സ്ത്രീയോട് പറഞ്ഞത്, നിന്റെ അനവധിയായ പാപത്തെ ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു വിട്ട് പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമറിയാത്ത ഈ ക്രിസ്തുവിന് താതുല്യം ചൊല്ലാൻ വേറെ ഒരു ന്യായശാസ്ത്രിയും ഉലകത്തിൽ ഉണ്ടായിരുന്നില്ല, ഒരു മഹാപുരോഹിതനും ഉണ്ടായിരുന്നില്ല. ആ കർത്താവ് സമയത്തിന്റെ പൂർണ്ണത വന്നപ്പോൾ ഗെരസമനയിൽ വെച്ച് പിടിക്കപ്പെട്ടു. ഇരുകള്ളരുടെ മധ്യത്തിൽ തറയ്ക്കപ്പെടേണ്ടതിന് ഗെരസമന മുതൽ ഗോൽഗോഥാ മലമുകൾ വരെ നടക്കേണ്ടി വന്നു. ഗബദ എന്ന കൽത്തളത്തിൽ ആ ശരീരം ഉടയ്ക്കപ്പെട്ടു. തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു, യെശയ്യാ പ്രവാചകൻ പ്രവചനാത്മാവിൽ ക്രിസ്തു ലോകത്തിൽ വരുന്നതിന് 500-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനാത്മാവിൽ ക്രിസ്തുവിനെ വിദൂരത്തിൽ കണ്ടുകൊണ്ട് പ്രവചിച്ചത് ഇങ്ങനെയാണ്: അവന് രൂപഗുണമില്ല, അവന് കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, അവൻ മനുഷ്യനാൽ ത്യജിക്കപ്പെട്ട് അവൻ വ്യസന പാത്രമായി തീർന്നു എന്ന് പ്രവചിച്ച പ്രവചനം ഗബദ എന്ന കൽത്തളത്തിൽ അതങ്ങനെ സംഭവിക്കുകയാണ്. എങ്ങനെയാ സംഭവിച്ചെന്നറിയാമോ? 5 കോടതികളിൽ 6 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ട് ഇവനിൽ പാപമില്ല എന്ന് പറഞ്ഞ് ആ വിധി നടത്തിയ ആ രാജകീയ പൗരോഹിത്യവും ശ്രേഷ്ഠന്മാരും ക്രിസ്തുവിനെ പറഞ്ഞു വിടുമ്പോൾ അവനെ ക്രൂശിക്ക എന്ന് ആക്രോശിക്കുന്ന ജനതയുടെ മുമ്പിൽ ജനത്തിന്റെ പ്രീതി പിടിച്ചു പറ്റുവാൻ പീലാത്തോസ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, എങ്കിലും നിങ്ങളുടെ നിർബന്ധമാകയാൽ ഞാൻ അവനെ അടുപ്പിച്ചു വിട്ടേക്കും. ഒട്ടകത്തുകൾ കൊണ്ട് നിർമ്മിതമായത് അസ്ഥികഷ്ണങ്ങളും ചൂണ്ടലുകളും പിന്നെ ഇരുമ്പ് കഷ്ണങ്ങളും തൂക്കിയിട്ടതുമായ ചാട്ടയുമായി റോമൻ പടയാളികൾ ഗബദ എന്ന കൽത്തളത്തിലേക്ക് വന്നു. ക്രിസ്തുവിനെ അവർ അതിനു മുമ്പ് ആക്ഷേപിച്ചു. മുൾക്കിരീടം ശിരസിൽ അവർ മിടഞ്ഞു വെച്ചു. ശരീരമാസകലം നിന്ന വരുത്തുമാറ്, അപമാനം വരുത്തുമാറ് ഇവിടെയോ കിടന്ന് കീറിപ്പറഞ്ഞ ഒരു ധൂമ്ര വസ്ത്രം ക്രിസ്തുവിനെ ധരിപ്പിച്ചു. രാജാക്കന്മാർ ചെങ്കോൽ കരത്തിൽ ധരിക്കാറുണ്ട്. ക്രിസ്തുവിന്റെ കരത്തിൽ അവരൊരു വടിയെടുത്തു കൊടുത്തു. ഒരു രാജാവ് ധരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശിരസിൽ പൊൻകിരീടം, അദ്ദേഹം ധരിക്കുന്നത് ധൂമ്രവസ്ത്രം, കരത്തിൽ പൊൻചെങ്കോൽ പിടിക്കാറുണ്ട്. ക്രിസ്തുവിനെ അവർ പരിഹസിച്ചിട്ട് മനുഷ്യന്റെ പാപം മുഖാന്തരം മുളച്ചു വന്ന മുള്ളുകൊണ്ട് ഒരു കിരീടമുണ്ടാക്കി ശിരസിൽ വെച്ചതിനെ ആഞ്ഞടിച്ചു. അതാഴങ്ങളിലേക്ക് താഴ്ന്നിറങ്ങുവാനിടയായി. ആ ശരീരത്തിൽ കീറിപ്പറഞ്ഞ ഒരു ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. എന്നിട്ട് ഒരു കോൽ കരത്തിൽ കൊടുത്തു. പരിഹസിച്ചാക്ഷേപിച്ച് കണ്ണുകെട്ടി തള്ളി കാർക്കിച്ചു തുപ്പി അപമാനിച്ച ശേഷം യേശു കർത്താവിനെ ഗബദ എന്ന കൽത്തളത്തിൽ ശിക്ഷാ നടപടിയിലേക്ക് കൊണ്ടുപോയി. 2 വശത്ത് 2 പടയാളികൾ നിന്നു. റോമൻ നിയമം ഇങ്ങനെയാണ്: അവൻ ആരെയാണോ ശിക്ഷാ നടപടിക്കായി വിനിയോഗിക്കുന്നത്, ഒന്നുകിൽ ശിക്ഷ നടപ്പാകുമ്പോൾ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തി മരിക്കും വരെ അവനെ തല്ലുക, അല്ലാത്ത പക്ഷം ശിക്ഷാ നടപടി നടത്തുന്ന പടയാളികൾ തളരുന്നത് വരെ തല്ലുക. ഇതാണ് റോമൻ നിയമം. ഒന്നുകിൽ തളരുന്നത് വരെ തല്ലി മതിയാക്കുക, അല്ലെങ്കിൽ ആ ശിക്ഷാ നടപടി നടത്തേണ്ട വ്യക്തിത്വം മരിക്കുന്നത് വരെ തല്ലുക. ക്രിസ്തുവിന്റെ ശരീരം നോക്കിയാൽ ശിരസ് മുതൽ പാദം വരെ അടിച്ച് ചീന്തപ്പെട്ട ആ തിരുശരീരത്തിന്റെ രക്തം നീർച്ചാല് പോലെ വാർന്നൊഴുകി. പക്ഷെ ക്രിസ്തു ഗബദ എന്ന കൽത്തളത്തിൽ മരിച്ചില്ല. 2 പടയാളികളും അടിച്ച് തളർന്നതല്ലാതെ ക്രിസ്തു അവിടെ മരണപ്പെടാത്തത് കൊണ്ട് ക്രിസ്തുവിനെ വീണ്ടും അതേ രൂപത്തിൽ കൊണ്ടുവന്ന് ജനതയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തു. പീലാത്തോസ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ആ മനുഷ്യൻ ഇതാ. ക്രിസ്തുവിനെ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ ജനത ഒരുമിച്ച് വിളിച്ചു പറഞ്ഞത് അവനെ ക്രൂശിക്കുക. പീലാത്തോസിന്റെ ചോദ്യം ഇങ്ങനെയാണ്: അവൻ എന്തു കുറ്റവാ ചെയ്തത്? മറുപടി ഇത്രേ ഉള്ളൂ: അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. ഇത് കണ്ട പീലാത്തോസ് വെള്ളമെടുത്ത് കൈകഴിട്ട് പറഞ്ഞു: ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുമ്പോൾ ജനത ഒന്നടങ്കം വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: നിനക്ക് പങ്കില്ലെങ്കിൽ വേണ്ട, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത ശേഷം യേശു ക്രിസ്തുവിനെ ഭാരമേറിയ ക്രൂശുമരം ചുമപ്പിച്ചു. ക്രിസ്തു വേച്ചും വിറച്ചും 80 കിലോയോളം ഭാരമുള്ള ആ ക്രൂശുമരം ചുമന്നുകൊണ്ട് ഗബദ എന്ന കൽത്തളം മുതൽ ഗോൽഗൊത്ത വരെ വേച്ചും വിറച്ചും നടന്നു.
പോയതായ പാതയോരങ്ങളിലെല്ലാം യേശു കർത്താവിന്റെ കാഴ്ചപ്പാടുകൾ പതിഞ്ഞെടുത്തല്ല ആമേ രക്തം ശരീരത്തിൽ നീർച്ചാല് കണക്ക് വാർന്നൊഴുകി ആ മരുപ്പരപ്പിലെല്ലാം ആ പാദത്തിലൂടെ ഒഴുകിയിറങ്ങിയ രക്തം ഇങ്ങനെ കിടക്കുകയാണ്. ന്യായപ്രമാണം പറയുന്നത് ഇങ്ങനെയാണ്: നിലത്ത് രക്തം വീണാൽ അതിൽ ജീവൻ നിലനിൽക്കുന്നതാകൊണ്ട് അത് മൂടിക്കളയണം. എന്നാൽ ഗബദ എന്ന കൽത്തല മുതൽ ഗോൽഗോത്ത വരെ മൂടപ്പെടാത്ത ഒരു രക്തമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ഹല്ലേലൂയ. എന്താണ് തിരുവെടുത്ത് വിളിച്ചു പറഞ്ഞത്? ആമേൻ. 1 യോഹന്നാനിലെ ലേഖനം 1-ാമത്തെ അധ്യായം 7 മുതലുള്ള വാക്യം: നിങ്ങളിൽ പാപമില്ല എന്നൊരുത്തൻ പറയുന്നുവെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങൾ വഞ്ചിക്കുന്നു, അവന്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. ഒരിക്കൽ ഒരാൾ ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയാണ്: യേശു കർത്താവിന്റെ രക്തത്തിന് എങ്ങനെ പാപത്തെ മോചിപ്പിക്കാനായിട്ട് കഴിയും? ഹല്ലേലൂയ. അദ്ദേഹം ചോദിച്ച ഒത്തിരി ചിന്തകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടൊരു ചോദ്യം ചോദിച്ചു: ന്യായപ്രമാണം എന്ത്? അതിന് മറുപടി പറയുന്നു: രക്തത്തിന് ശുദ്ധീകരണം വരുത്തുവാൻ കഴിയുമോ? ചില തിരുവെടുത്തുകൾ വായിപ്പിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ അതിന് ബോധ്യപ്പെടുത്താം. വായിച്ചുള്ളൂ. ആമേൻ. സംഖ്യാപുസ്തകം അതിന്റെ 21-ാമത്തെ അധ്യായം, ആമേൻ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം വായിച്ചട്ടെ. എബ്രായ ലേഖനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം: വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ പാപം കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. മോശ ന്യായപ്രമാണ പ്രകാരം കൽപ്പന ഒക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിൽ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്റെ മേലും സകല ജനത്തിന്റെ മേലും തളിക്കും. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളുടെ മേലും എല്ലാറ്റിലും രക്തം തളിച്ചു. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലതും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തത്തിന് ശുദ്ധീകരണം വരുത്താൻ കഴിയുമോ? അവിടെ വായിക്കുന്ന അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ: ദേവാലയത്തിലെ മഹാപുരോഹിതൻ ഒരു മൃഗത്തെ ഉറവ വെള്ളത്തിന്മേൽ അറുക്കുന്നു. ഒരു പാത്രത്തിൽ വയ്ക്കപ്പെട്ട വെള്ളത്തിന്റെ മീതെ അറുത്തു വീഴ്ത്തുന്ന ഒരു മൃഗത്തിൻ്റെയോ പക്ഷിയുടെയോ രക്തം. ഈ രക്തത്തിൽ ഈസോപ്പ് ചെടിയുടെ തണ്ട്, ചുവപ്പ് നൂല് ഇവയെല്ലാം കൂടെ ചേർത്ത് ഇതിനെ മുക്കിയ ശേഷം കൂടാരങ്ങളുടെ മേൽ തളിച്ച് ശുദ്ധി വരുത്തുന്നു. ആമേൻ. ഉപകരണങ്ങളുടെ മേൽ തളിച്ച് ശുദ്ധി വരുത്തുന്നു. ആലയത്തിൽ കൊണ്ടുവയ്ക്കുന്ന പുസ്തകങ്ങളുടെ മേൽ തളിച്ച് ശുദ്ധി വരുത്തുന്നു. ന്യായപ്രമാണ പ്രകാരം രക്തത്താൽ സകലതും ശുദ്ധീകരിക്കപ്പെടുന്നു. വിവിധ മതങ്ങളുടെ വിശ്വാസം: പുണ്യനദിയിൽ കുളിച്ചാൽ ശുദ്ധി വരും, ഉപ്പുവെള്ളം തളിച്ചാൽ ശുദ്ധി വരും. പിന്നെ മറ്റു വിധ വിശ്വാസങ്ങൾ എത്രയധികം. വെറും വെള്ളം തളിച്ചാൽ ശുദ്ധി വരുമെന്ന് മനുഷ്യ താങ്കൾ വിശ്വസിക്കുന്നെങ്കിൽ, പുണ്യസ്ഥലം സന്ദർശിച്ച് പുണ്യവെള്ളം കുളിച്ചാൽ ശുദ്ധി ഉണ്ടാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, ഞങ്ങൾ പ്രസംഗിക്കുന്ന മാനവകുലത്തിന്റെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ രക്തം ഏത് പാപിയുടെയും പാപക്ഷമയ്ക്ക് വളരെ പ്രയോജനകരമാണ്. എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത്? ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാലത്തിന്റെ തികവിങ്കൽ അവൻ വിശുദ്ധ മറിയാമിൽ ജഡമെടുത്ത് ഒരു പച്ച മനുഷ്യനായി പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചോണെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ ഒഴിച്ച് തന്നെത്താൻ താഴ്ത്തി ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായി മാറിയ യേശു ക്രിസ്തു ഗബദ എന്ന കൽത്തലം മുതൽ ഗോൽഗോത്ത മലമുകൾ വരെ ഞങ്ങളുടെ പാപത്തിന് വേണ്ടിയാണ് അവിടുന്ന് പങ്കപ്പാട് സഹിച്ചതെന്നും ആ ശരീരത്തിലൂടെ ഒഴുകിയിറങ്ങിയ രക്തം എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് നിദാനമെന്നും ഞാൻ വിശ്വസിച്ചാൽ എൻ്റെ പാപത്തിന് ക്ഷമയുണ്ടാകുമെന്നും
താങ്കൾ വിശ്വസിക്കുന്നു എങ്കിൽ വിശ്വാസത്താൽ ആ രക്തത്താൽ ഏതു പാപത്തിനും ക്ഷമയുണ്ട്. പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപമോചനം വരുത്താൻ കഴിഞ്ഞെങ്കിൽ, അതിന്റെ രക്തം തളിക്കപ്പെട്ട പാത്രങ്ങൾ വിശുദ്ധമായെങ്കിൽ, കൂടാരങ്ങൾ വിശുദ്ധമായെങ്കിൽ, മനുഷ്യൻ കണ്ടെത്തിയ പുണ്യനദിയിലെ വെള്ളത്തിനും മനുഷ്യൻ കണ്ടെത്തിയതായ പദ്ധതികൾക്കൊരു മനുഷ്യനെ ശുദ്ധി വരുത്താൻ കഴിയുന്നു എന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നെങ്കിൽ, ഞങ്ങൾ പ്രസംഗിക്കുന്ന പാപമില്ലാത്ത, പാപം ചെയ്യാത്ത, പാപമറിയാത്ത യേശു ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഒരു മാറ്റമാണ് പാപത്തിന്റെ മോചനവും ശുദ്ധീകരണവും. എവിടെയെല്ലാം എൻ്റെ കർത്താവ് ശുദ്ധീകരണം വരുത്താമെന്ന് പറയുന്നു. ഇനി വായിക്കൂ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ ആയിത്തീരും. നിങ്ങളൊന്ന് മനസ്സുവെച്ച് കേട്ടനുസരിക്കുന്നു എങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. തിരുവെടുത്ത് പറയുകയാണ്, ഈ തിരുവെടുത്തുകളെ കേട്ട് ഒന്ന് മനസ്സു വച്ചൊന്ന് അംഗീകരിക്കാമെങ്കിൽ, ഈ വചനത്തെ നിങ്ങൾ മനസ്സു വെച്ച് അംഗീകരിക്കാമെങ്കിൽ, ഏതു വചനം? മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാലത്തിന്റെ തികവിങ്കൽ, കാലത്തിന്റെ സമ്പൂർണതയിൽ ഇഹലോകത്തിലേക്ക് വന്നവനും ദൈവത്വത്തെ വെടിഞ്ഞ് മനുഷ്യരൂപമെടുത്ത് മാനവകുലത്തിന്റെ രക്ഷ ലക്ഷ്യമാക്കി ഗബദ എന്ന കൽത്തല മുതൽ ഗോൽഗോഥാ മലമുകൾ വരെ എനിക്ക് വേണ്ടിയാണ് അവിടുന്ന് പങ്കപ്പാട് സഹിച്ചതെന്നും, ആ ശരീരത്തിലൂടെ നീർച്ചാല് പോലെ ഒഴുകിയിറങ്ങിയ രക്തം എൻ്റെ സകല പാപത്തിനും പരിഹാരം വരുത്തുവാൻ കഴിയുന്നതെന്നും താങ്കൾ എവിടെയായിരുന്നാലും ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ടൊന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, ആമേൻ, നിന്റെ ജീവിതത്തിൽ പാപക്ഷമയും വീണ്ടെടുപ്പും സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യന്റെ പാപഭാരമല്ലേ മലകൾ ചവിട്ടുവാൻ അവനെ പ്രേരിപ്പിച്ചത്? പാപഭാരമല്ലേ കർമ്മങ്ങൾ നടത്താൻ പ്രേരിപ്പിച്ചത്? പാപഭാരമല്ലേ തീർത്ഥയാത്രകൾക്ക് അവനെ പ്രേരിപ്പിച്ചത്? പാപപരിഹാരത്തിനുള്ള ആഗ്രഹമല്ലേ പാലായനങ്ങൾക്ക് അവൻ തയ്യാറായത്? താൻ പാപിയാണെന്നുള്ള ബോധ്യതയല്ലേ അവൻ ഇന്നും പലവിധമായ കർമാദികൾക്ക് വേണ്ടി പുണ്യസ്ഥല സന്ദർശനങ്ങൾക്കായി യാത്ര ചെയ്യുന്നത്? പാപപരിഹാരം ഇന്ന് വരെ ഉണ്ടാകാതെ പാപത്തിന്റെ ഭാണ്ഡം പേറിയ ഒരു ഭ്രാന്തനെ പോലെ ഇന്ന് മലയുമ്പോൾ, ഞങ്ങൾ കവലകളിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അതാണ്. പാപം ചെയ്യാത്ത, പാപമറിയാത്ത, പാപമില്ലാത്ത 5 കോടതികളിൽ 6 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും ആ കോർട്ടുകൾ ഇവനിൽ പാപമില്ല, ഇവൻ പാപം ചെയ്തിട്ടില്ല, ഇവൻ നീതിയല്ലാതെ പാപമൊന്നും ഞങ്ങൾ കാണുന്നില്ല എന്ന് വിസ്താര സദസ്സ് ഒന്നടങ്കം സാക്ഷ്യപ്പെടുത്തിയവരും മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ജഡാവതാരമെടുത്ത് ഇഹലോകത്തിൽ വന്ന യേശുക്രിസ്തുവിന്റെ രക്തം താങ്കളുടെ സകല പാപത്തിനും നിദാനമാണെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, പാപത്തിൽ നിന്ന് പൂർണ്ണമായ പ്രായശ്ചിത്തവും രക്ഷയും താങ്കൾക്ക് സ്വീകാര്യമാകും. താങ്കൾക്ക് പാപമോചനമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശ്വാസത്താൽ നീതീകരണം, വിശ്വാസത്താൽ വിശുദ്ധീകരണം, വിശ്വാസത്താൽ വീണ്ടെടുപ്പ്, ആമേൻ, വിശ്വാസത്താൽ പുത്രത്വം. ഇത് പ്രാപിക്കണമോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ, ഞാൻ പാപിയാണേ ഒന്ന് സമ്മതിച്ചു കൊടുക്കാൻ. ആമേൻ. നീ ഒന്ന് തയ്യാറാക്. എന്താണ് പാപം? വേദപുസ്തകം വിവക്ഷിക്കുന്ന 2 പാപങ്ങൾ. ഒന്ന്, ചെയ്യരുതാത്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ പാപം. 2, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് അതും പാപം. അപ്പോൾ ചെയ്യരുതാത്തത് എന്തോ അത് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പേരാണ് പാപം. 2, വേദപുസ്തകത്തിൽ എന്തൊക്കെ താങ്കൾ ചെയ്യണമെന്ന് അനുശാസിക്കുന്നുണ്ടോ അത് ചെയ്യാത്തിടത്തോളം താങ്കൾ പാപിയാണ്. വേദപുസ്തകം വിളിച്ചു പറയുന്നു, മറ്റൊരുത്തലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ
ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. അവിടുത്തെ രക്തത്താൽ പാപക്ഷമയും വീണ്ടെടുപ്പും താങ്കൾക്ക് ലഭിക്കും. വിശ്വസിച്ചാൽ മാത്രം മതി. ഒന്ന് വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. ആമേൻ, സ്തോത്രം. ആമേൻ. മാറ്റമില്ലാത്ത സത്യം നിന്നെ അറിയിച്ചിട്ടും ഇതിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞ് നടക്കുന്നിടത്തോളം താങ്കളുടെ പേര് പാപി എന്നാണ്. ഈ പാപത്തിന്റെ കറ ജീവിതത്തിൽ നിന്ന് മാറണമെങ്കിൽ ഏക വഴി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിശ്വാസത്താൽ കടികൾ പ്രാപിക്കുക. ആമേൻ. ഇനി സങ്കീർത്തന ഭാഗങ്ങൾ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 3 പാപങ്ങളുണ്ട്. 1 രഹസ്യപാപം, 2 മുറുകെ പറ്റുന്ന പാപം, 3 സ്വമേധ ചെയ്യുന്ന പാപം. എന്താണ് രഹസ്യപാപം? എനിക്ക് മാത്രം അറിയാം, പാപമാണെന്നറിയാം, വേറെ ആർക്കും അറിയില്ല. ആമേൻ. പത്തും പതുങ്ങിയും ഒളിച്ചുമൊക്കെ ചെയ്തു കൂട്ടുന്ന പാപം, ഞാൻ മാത്രം അറിയുന്ന പാപം, അതാണ് രഹസ്യപാപം. വേറെ ആരോടും പറയാത്ത, വേറെ ആരെയും അറിയിക്കാതെ താങ്കൾ മാത്രം അറിയുന്ന പാപം. 2 മുറുകെ പറ്റുന്ന പാപം. എന്താ മുറുകെ പറ്റുന്ന പാപം? ഞാൻ വിട്ടിട്ടും എന്നെ വിടാതെ എന്നെ വീണ്ടും അമർത്തിപ്പിടിക്കുന്ന പാപം. എന്തൊക്കെയോ കുറെ തീരുമാനങ്ങൾ എടുത്തു, പക്ഷേ പിറ്റേ ദിവസം അത് സാധ്യമല്ല. വീണ്ടും ഞാൻ ആ പാപത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. മുറുകെ പറ്റുന്ന പാപം. ഇനി 3ാമത്തേത് സ്വമേധയാ ചെയ്യുന്ന പാപം. പാപമാണെന്നറിയാം, എന്നിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം. ഇന്ന് രാത്രി തങ്ങളിലേക്കൊന്ന് തിരിഞ്ഞ് രഹസ്യപാപങ്ങൾ, ആമേൻ, മുറുകെ പറ്റുന്ന പാപങ്ങൾ, സ്വമേധയാ ചെയ്യുന്ന പാപങ്ങൾ, ചെയ്യരുതാത്തത് ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ, ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്ന പാപങ്ങൾ, ജീവിതാനുഭവത്തെ വല്ലാതെ കാർന്നു തിന്നുമ്പോൾ എപ്പോഴോ മനസ്സിൽ തോന്നി 2 മെഴുകുതിരി കത്തിച്ചേക്കാം, 2 സാമ്പ്രാണിത്തിരി കത്തിച്ചേക്കാം, ഇല്ല ഒരു നേർച്ച നേർന്നേക്കാം, അല്ല ഒരു കർമ്മം നടത്തിയേക്കാം, അല്ലെങ്കിൽ ദൂരയാത്ര ചെയ്തേക്കാം. കാൽനടയായി ചെരുപ്പ് പോലും ഇടാതെ മൈലുകൾ നടന്ന് പാലായനങ്ങളിലേക്ക് കടന്നുകില്ല. അവൻ ഏതെങ്കിലും പുണ്യസ്ഥലം സന്ദർശിക്കാം, പുണ്യവെള്ളം കുടിക്കാം, പുണ്യവെള്ളം തളിക്കാമെന്ന് എപ്പോഴൊക്കെയോ തന്നെ താങ്കളുടെ മനസ്സിൽ ചിന്തിപ്പിച്ച് ആ ചിന്ത തന്നെയാണ് ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. ആ പാപഭാരം മാറാൻ ഏക വഴി യേശു ക്രിസ്തു മാത്രമാണ്. മാനകുലത്തിന് രക്ഷയ്ക്ക് വേണ്ടി ഗബദ എന്ന കൽത്തളം മുതൽ ഗോൽഗൊത്ത മലമുകൾ വരെ നമുക്ക് വേണ്ടി പങ്കപ്പാടുക സഹിച്ചവനും, ഇരുകള്ളരുടെ മധ്യത്തിൽ ദുഷ്പ്രവർത്തിക്കാരനെ പോലെ 3 ആണിമേൽ തൂങ്ങപ്പെട്ടവനും, ആമേൻ, മാനവകുലത്തിന്റെ പാപം മുഴുവൻ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം ചുമലിൽ തലതായിച്ചിട്ട് പറഞ്ഞ വാക്കിങ്ങനെ: പിതാവേ, എന്റെ പ്രാണനെ അങ്ങയുടെ കരത്തിൽ സമർപ്പിക്കുന്നു. എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്ന, ആലേഖനം ചെയ്തിരിക്കുന്ന പദപ്രയോഗങ്ങൾ ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ മരണം യാദൃച്ഛിക സംഭവമല്ല. ആമേൻ. എങ്ങനെയോ അബദ്ധവശാൽ സംഭവിച്ചതല്ല, പിന്നെയോ കാലങ്ങൾക്ക് മുമ്പേ പിതാവായ ദൈവം പുത്രനിൽ ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതും പുരോഹിതന്മാർ പ്രസ്താവിച്ചതും, ആമേൻ, ഒപ്പം യേശു കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതുമായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരമയാഗം. 2-ാമത്തെ അധ്യായത്തിൽ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശു കർത്താവ് മരണം ആസ്വദിച്ചു. ഒന്ന് വായിച്ചോളൂ എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം മാത്രം താഴ്ചയുള്ളവനായി യേശു മരണം അനുഭവിച്ചു. 2 പദപ്രയോഗങ്ങൾ അവിടെ കൊടുത്തിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. മഹാത്മജിയെ ഗോഡ്സെ വെടിവെച്ച് വീഴ്ത്തിയതുപോലെ, ആമേൻ, ഒരു സാഹചര്യത്തിന്റെ മുമ്പിൽ സംഭവിച്ച സംഭവമല്ല ക്രിസ്തുവിന്റെ മരണം. പിന്നെയോ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: മാനവകുലത്തിന്റെ രക്ഷ സാധ്യമാക്കുവാൻ യേശു കർത്താവ് മരണം ആസ്വദിച്ചു. 2 മരണം അനുഭവിച്ചു. ആമേൻ. അത് ഏറ്റെടുത്തു. ക്രൂശില മരണത്തോളം പിതാവ് പറഞ്ഞതൊക്കെ അത് ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടു. ഇരുകള്ളരുടെ മധ്യത്തിൽ 3 ആണിമേ തറയ്ക്കപ്പെട്ട് ആ ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് വാർന്നൊഴുകിയ ഉടവിച്ചാലുകൾ കീറിമറിക്കുമ്പോൾ നീർച്ചാലുകളിലൂടെ വെള്ളം പാഞ്ഞൊഴുകുന്നത് പോലെ ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ആ രക്തത്താൽ മനുഷ്യ താങ്കൾക്ക് പാപമോചനമുണ്ട്. താങ്കളുടെ പാപം രക്താംബരം പോലെ ചുവന്നിരുന്നാലും, അത് എത്രയേറെ ചുവന്ന് ആമേൻ പാപമായി മാറിയാലും അതിനെ പഞ്ഞി പോലെ ആക്കി തീർക്കുവാൻ എൻ്റെ കർത്താവിന് മനസ്സുണ്ട്.
താങ്കൾക്കൊന്ന് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ, യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാലും, ഒന്ന് യോഹന്നാന്റെ ലേഖനം 1-ാമത്തെ അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി, ഇന്ന പാപം പോക്കി ശുദ്ധീകരിക്കാമെന്നല്ല, താങ്കൾ ഒരു പുരുഷായുസ് മുഴുവൻ ചെയ്തു കൂട്ടിയ സകല പാപത്തിനും പ്രായശ്ചിത്തം യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ സാധ്യമാണ്. ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന എത്ര വലിയ പാപമായാലും അതിന് പ്രായശ്ചിത്തം ക്രിസ്തുവിന്റെ രക്തത്താലാണ്. ആമേൻ. ഈ സന്ദേശം ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടും ഇതിനെ തള്ളിക്കളഞ്ഞ് യാത്ര ചെയ്താൽ എന്താണ് സംഭവിക്കുക? കേട്ടോളൂ. കൊരിന്ത്യ ലേഖനത്തിലേക്ക് വന്നേ. 1 കൊരിന്ത്യ ലേഖനം 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. 1 കൊരിന്ത്യ ലേഖനം 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക്, നാശത്തിലേക്ക് ഇറങ്ങിയവർക്ക് പോഷത്വവും, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഈ പാപമോചനം നൽകുന്ന ക്രൂശിന്റെ വചനം, നിങ്ങളുടെ പാപത്തിന്റെ കറയെ കഴുകി ശുദ്ധീകരിക്കുന്ന ക്രൂശിന്റെ വചനം സ്വീകരിക്കുന്നവർക്ക് രക്ഷ. ഇതിനെ പോഷത്വമെന്ന്, ഇത് പോഷന്മാരുടെ പ്രസ്താവന എന്ന് പറഞ്ഞ് തള്ളുന്നവർക്ക് ഇത് ശിക്ഷാവിധിയാണ്. ഇന്ന് രാത്രി ഞങ്ങൾ പറയട്ടെ, മതത്തിന്റെ പ്രഭാഷണങ്ങൾ അങ്ങോളം ഇങ്ങോളം കേൾക്കുമ്പോൾ ആമേൻ, അതിനെ കേൾക്കുവാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നു. മതത്തിന്റെ വക്താക്കൾ അവരുടെ മതം മാത്രം ഉയർന്നിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റു മതസ്ഥരിവിടെ വേണ്ട, ഞങ്ങളുടെ മതം മാത്രം ഉയർന്നിരിക്കണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ പല വേദികളിലും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആമേ, താങ്കളുടെ മതം മാത്രം ഉയർന്നിരിക്കണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഇന്ന് അനുഭവിക്കുന്നതെല്ലാം താങ്കളുടെ മതക്കാരുടെ മാത്രം വകയാണോ? ഒന്ന്, ആമേ, കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് നോക്ക്. താങ്കൾ കഴിക്കുന്ന ചോറ്, അതിനെ വിതച്ചതായ വയൽ, ആമീൻ, ഏത് മതക്കാരൻ്റെതാണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അവിടെ പാകിയ വിത്ത് പാകിയത് ആരാണ്, ഏത് മതക്കാരനാണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അത് മുളച്ചു വന്നപ്പോൾ ഞാറ് പിഴുത് നട്ടത് ഏത് മതക്കാരനാണെന്ന് താങ്കൾ തിരക്കിയിട്ടുണ്ടോ? അത് വളർന്നു വലുതായി അതിനെ കൊയ്തത് ഏത് മതക്കാരനാണെന്ന് തിരക്കിയിട്ടുണ്ടോ? ഇല്ല. അതിനെ ആരാണ് ശേഖരിച്ചതെന്നും ഏത് മില്ലിൽ അത് പൊടിച്ചതെന്നും ആ മതക്കാരൻ എൻ്റെ മതക്കാരനായിരുന്നോ മില്ലിന്റെ ഉടമസ്ഥനെ തിരക്കിയിട്ടുണ്ടോ? ഇനി അതിനെ ചാക്കിൽ പാക്ക് ചെയ്തത് ഏത് മതക്കാരനാണ്, ലോഡ് ചെയ്തത് ഏത് മതക്കാരനാണ്, താങ്കളുടെ കടയിൽ കൊണ്ടുവന്നത് ഏത് മതക്കാരനാണ്, താങ്കൾ പോയി വാങ്ങിയ കടക്കാരൻ ഏത് മതക്കാരനാണ്? പോട്ടെ, താങ്കൾ പാർക്കുന്ന ഭവനം, ആ ഭവനത്തിന്റെ അസ്ഥിവാരമിടാൻ കല്ലുകൾ കൊണ്ടുവന്നില്ലേ, ഏത് മതക്കാരനാണ്? അത് പൊട്ടിച്ചത് ഏത് മതക്കാരനാണ്? അതിനെ ലോഡ് ചെയ്തത് ഏത് മതക്കാരനാണ്? അതിനെ പണിതത് ഏത് മതക്കാരനാണ്? പെയിന്റ് ചെയ്തത് ഏത് മതക്കാരനാണ്? അതിലെ കാര്യങ്ങൾ ക്രമീകരിച്ചത് ഏത് മതക്കാരനാണ്? ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറയാം, താങ്കൾ ധരിക്കുന്ന വസ്ത്രം എവിടെയാണിത് നെയ്തെടുത്തത്, ഏത് കമ്പനിയിലാണിത് ചെയ്തെടുത്തത്, ഏത് മതക്കാരനാണ് ചെയ്തതെന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയ സ്നേഹിത, മതത്തിന്റെ ഐക്യതയില്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയുകയില്ല. ഒരു മതത്തിനും ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ മാത്രം മതി എന്ന് പ്രഖ്യാപിക്കാനിവിടെ കഴിയില്ല. അവൻ നമുക്ക് ഒരുമിച്ചാൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ. ഞങ്ങളൊരു മതത്തിന്റെ വക്താക്കളല്ല, ഞങ്ങൾ മതം മാറ്റുന്ന പ്രഭാഷകരല്ല. ഞങ്ങളുടെ പ്രഭാഷണം മനസ്സു മാറണമെന്ന് മാത്രമാണ്. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് കൈമാറ്റം ചെയ്യുന്ന കച്ചവടമല്ല ഞങ്ങളുടേത്. ഞങ്ങൾ കച്ചവട മേഖലയിൽ വർക്ക് ചെയ്യുന്ന കച്ചവടക്കാരല്ല. ഞങ്ങളുടെ ജോലി കച്ചവടമല്ല. ആരെയും മതം മാറ്റുവാനല്ല ഞങ്ങളുടെ ആഗ്രഹം. താങ്കളുടെ മനസ്സൊന്ന് മാറണം, അതാണ് ഞങ്ങൾ പ്രഭാഷണം ചെയ്യുന്നത്. മറ്റൊരുത്തിനും രക്ഷയില്ല. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകൻ. ആ ക്രിസ്തുവിന്റെ രക്തത്താൽ മാത്രമേ പാപപരിഹാരം ഉണ്ടാകത്തുള്ളൂ. ഈ ക്രൂശിന്റെ വചനത്തെ താങ്കൾക്ക് നിരസിക്കാം, തള്ളിക്കളയാം, വേണമെങ്കിൽ ഏറ്റെടുക്കാം. അവൻ ഞങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷെ താങ്കളുടെ മനസ്സ് മാറിയാൽ നിത്യത താങ്കൾക്ക് ഉറപ്പാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അല്ലാതെ പാപമോചനവും വീണ്ടെടുപ്പും ലഭ്യമല്ല. യേശുവിന്റെ രക്തത്താൽ മാത്രമേ ആ വീണ്ടെടുപ്പ് ലഭ്യത ഉണ്ടാകത്തുള്ളൂ. വേറെ ഒരു വഴി ഇതിന്റെ പിന്നിലില്ല, ഒരു മാർഗം മുമ്പിലില്ല, വേറൊരു പദ്ധതി ഇതിന്റെ മുമ്പിലില്ല. മരച്ചുവട്ടിൽ പോയി നിന്നെന്നോ മല കയറിയെന്നോ മറ്റേതെങ്കിലും കാര്യാദികൾ ചെയ്തെന്നോ കരുതി പാപമോചനം നടക്കില്ല. യേശു ക്രിസ്തുവിന്റെ പുണ്യാഹാര രക്തത്തിന്റെ പ്രത്യേകത, നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ പാപത്തിന് ക്ഷമ അതിൽ നിന്ന് ലഭിക്കും.
മാനവകുലത്തിന്റെ രക്ഷകനായ യേശു കർത്താവ് ക്രൂശിന്മേൽ തകർക്കപ്പെട്ടത് കൊണ്ട് ചരിത്രം അവസാനിച്ചില്ല. അവിടുന്ന് അടിമത്തേക്കാരനായ യോസേഫിന്റെ കയ്യിൽ അടക്കപ്പെട്ടു. യെശയ്യാവ് പ്രവചിച്ചതുപോലെ യേശു ക്രിസ്തുവിന്റെ അടക്കം മഹാന്മാരോട് കൂടെയായിരുന്നു. മൂന്നാം നാൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഹേ മരണമേ നിന്റെ ജയം അവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് വിളിച്ചു ചോദിച്ച് മരണത്തെയും പാതാളത്തെയും ജയിച്ച യേശു കർത്താവ് ഈ ലോകത്തിൽ ഉയർത്തെഴുന്നേറ്റു. നമുക്കറിയാം ആമേൻ. ഏപ്രിൽ മാസത്ത് ലോകമെമ്പാടും എല്ലാവരും ആഘോഷിച്ച് ആമേൻ സന്തോഷിച്ച ഒരു ദിനമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്നത്. കലണ്ടറിൽ നോക്കിയാൽ ആ ദിവസത്തിന് ഗുഡ് ഫ്രൈഡേ എന്നാ കൊടുത്തിട്ടുള്ളത്. ആമേൻ ആമേൻ. സന്തോഷത്തിന്റെ ഒരു ദിവസം, ഏറ്റവും നല്ലൊരു ദിവസം, ഏറ്റവും നല്ലൊരു വെള്ളി എന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മലയാളിക ദുഃഖവെള്ളി എന്ന് പറഞ്ഞ് ആചരിച്ച് ആമേൻ. ആ ദിവസം ഒരിക്കലും കേരളക്കരയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇന്ത്യൻ മണ്ണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, സകല ഏതെങ്കിലും ഒരു രാജ്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ലോകൈക സകല രാജ്യങ്ങളും ഒന്നുപോലെ അംഗീകരിക്കുന്നതാണ് മാനവകുലത്തിന്റെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ പരമയാഗം. ലോകത്തിലെ മതങ്ങളുടെ ഏതെങ്കിലും തത്വസംഹിതകളോ ഉത്സവങ്ങളോ മറ്റേതെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിനകത്ത് ഒതുങ്ങി നിൽക്കുമ്പോൾ യേശു ക്രിസ്തു എന്ന നാമം സകല വംശങ്ങളും അറിയുന്ന നാമം, സകല ലോക രാഷ്ട്രങ്ങളും അറിയുന്ന നാമം, ക്രിസ്തുവിന്റെ ജനനം ലോകം മുഴുവൻ അറിയുന്നത്, ക്രിസ്തുവിന്റെ പരമയാഗം ലോകം മുഴുവൻ അറിയുന്നത്, യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള പാപമോചനം വീണ്ടെടുപ്പും സകല മാനവകുലവും അറിയുന്നത് യേശു കർത്താവ് ക്രൂശിൽ പൂർത്തിയാക്കി. പ്രിയ സ്നേഹിത, ഈ യേശു കർത്താവ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിട്ട് 40 നാൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി യേശു കർത്താവ് ശിഷ്യന്മാരുമായി ഒരുമിച്ച് നടക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ച ചോദ്യം ഇതാണ്: കർത്താവേ, ഈ കാലത്തോ ഞങ്ങൾക്ക് അവിടുന്ന് ഒരു രാജ്യം സ്ഥാപിതമാക്കി തരുന്നത്? യേശു അവരോട് പറഞ്ഞ വാക്കുകളാണ്. ആമേൻ. ആ കാലങ്ങളെയും പിതാവിന്റെ സന്നിധിയിരിക്കുന്ന കാലങ്ങളെയും സമയങ്ങളെയും തിരക്കുക എന്നത് നിങ്ങളുടെ ആവശ്യമല്ല. നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവീൻ. നിങ്ങളൊരു കാര്യം അറിയുക, ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകണം. ശിഷ്യന്മാരുമായി ഒരുമിച്ച് യേശു കർത്താവ് പ്രാർത്ഥന നിരതനായിരുന്ന ഒലിവ് മലയിലൂടെ നടക്കുമ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരോട് സംവാദിച്ചു കൊണ്ടിരിക്കുന്ന സമയം മേഘം വന്നു മൂടി. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. ശിഷ്യന്മാർ ആകാശപരവിൽ നോക്കി നിൽക്കുമ്പോൾ അവർ കണ്ട കാഴ്ച ഇതാണ്: സ്വർഗോന്നതികളിലേക്ക് കർത്താവ് കയറിപ്പോകുന്നത് കണ്ടു. ആമേൻ. ഇങ്ങനെ നോക്കി നിൽക്കുന്നവരോട് ഉന്നതങ്ങളിൽ കേട്ട ശബ്ദം ഇതാണ്: ഗലീല പുരുഷന്മാരെ, ആകാശത്തേക്ക് നിങ്ങൾ നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ രണ്ടാമത് വരും. ആമേൻ. വേദപുസ്തകം പഠിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ 3 വരവുകൾ. അതിന്റെ ഒന്നാമത്തെ വരവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ജഡത്തിൽ അവിടുന്ന് അവതരിച്ചു പാപമോചനത്തിന് വേണ്ടി. പാപമോചന മനുഷ്യന് നൽകുവാൻ കാൽവറി കുലക്കളത്തിൽ തകർക്കപ്പെട്ടു. ഇനി അവിടുന്ന് രണ്ടാമത് വരാൻ പോകുകയാണ്. എന്തിനാണ് അവിടുന്ന് രണ്ടാമതായി വരുന്നത്? എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം എന്ന് വായിച്ചുള്ളൂ. എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായം 28-ാമത്തെ അധ്യായം. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ എന്റെ യേശു രണ്ടാമത് വരാൻ പോകുകയാണ്. രണ്ടാമത്തെ വരവിന്റെ 2 മേഖല വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നു. ഒന്ന്, കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവിടുന്ന് വരുന്നു. ആരാണ് ഈ കാത്തു നിൽക്കുന്നവർ? ഞാൻ പാപിയാണെന്ന ബോധം പ്രാപിച്ച് പാപക്ഷമയ്ക്ക് വേണ്ടി യേശു കർത്താവിന്റെ അടുക്കൽ വന്ന് യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് വിശ്വാസത്താൽ പാപത്തുനിന്നും മോചനം പ്രാപിച്ച മനുഷ്യൻ യേശുവിന്റെ കൽപ്പനയ്ക്കായി അവൻ സമർപ്പിച്ചു, മാനസാന്തര അനുഭവം പ്രാപിച്ചു. യേശുവിന്റെ കൽപ്പന പ്രകാരം ആ മനുഷ്യൻ വചനാടിസ്ഥാനത്തിൽ നിവജ്ഞന സ്നാനം, ജ്ഞാന സ്നാനം കൈക്കൊണ്ടു, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു, വക്രതയുള്ള കോട്ടമുള്ള തലമുറകളിൽ നിന്ന് വേർപെട്ടു, അപ്പോസ്തല ഉപദേശം കൈക്കൊണ്ടു, അപ്പം നുറുക്കും കൂട്ടായ്മയും ആചരിച്ചു, പ്രാർത്ഥന കഴിച്ച് ജീവിക്കുന്ന ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവിടുന്ന് എത്രയും വേഗം വരാൻ പോകുകയാണ്. ആമേൻ. ആ വരവിനെ കുറിച്ച് ആമേൻ 1 തെസ്സലോനിക്ക ലേഖനം 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ രഹസ്യ വരവിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയത്: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരും. അന്ന് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെടും.
ഇങ്ങനെ നാം ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. പ്രിയ സ്നേഹിതരെ, ഇവിടെ നിലനിൽക്കുന്ന ഒരു നഗരമില്ല. ഇന്ന് ലോകത്തിൽ മനുഷ്യൻ മണ്ണിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി അടിപിടികളും ആക്രമണങ്ങളും നടത്തുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ ഭൂമി നശ്വരതയിലേക്ക് മാറാൻ പോകുകയാണ്. നമ്മുടെ ആയുസ്സിന്റെ ദൈർഘ്യം സങ്കീർത്തനക്കാരൻ 90-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു മനുഷ്യന്റെ ആയുസ് 70, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം കഷ്ടവും ദുഃഖവും അത്രേ. അത് വേഗം തീരും. നാം ഇവിടം വിട്ട് പറന്നു പോകും. നശ്വരമായ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ കാലത്തിനകത്ത് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു തീരുമാനമാണ്, മരണത്തിന്റെ അപ്പുറം ഞാൻ എവിടെ എത്തും? ഈ ലോകത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിശ്വാസത്തുള്ള പാപമോചനവും വീണ്ടെടുപ്പും പ്രാപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവകൽപ്പനയായ സ്നാനം സ്വീകരിക്കാതെ മരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാക്കൾ നിത്യത എന്ന സ്വർഗത്തിൽ എത്തുകയില്ല. ദൈവവചനപ്രകാരം ആമേ സ്നാനമേൽക്കുക. അപ്പോസ്തല പ്രവൃത്തി 8-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഫിലിപ്പോസും ഷണ്ണനും ആയിട്ടുള്ള സംഭാഷണം, യേശുക്രിസ്തു ആരെന്നും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരണം ഫിലിപ്പോസ് ഷണ്ണന് നൽകിക്കഴിഞ്ഞപ്പോൾ ഷണ്ണൻ പറഞ്ഞ വാക്ക്, ഇതാ വെള്ളം, സ്നാനപ്പെടുവാൻ ഇനി എന്താ തടസ്സം? ഫിലിപ്പോസിന്റെ മറുപടി ഇതായിരുന്നു, വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ആകാം. അങ്ങനെയാണെങ്കിൽ സ്നാനമാർക്ക്? വിശ്വസിക്കുന്നവർക്കാണ്. വിശ്വസിക്കാത്തവരെ സ്നാനപ്പെടുത്തരുത്. എന്താണ് വിശ്വാസം? യേശു കർത്താവ് മാത്രം ഏകരക്ഷകനെന്നും യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ് പാപമോചനവും വീണ്ടെടുപ്പും സംഭവിക്കുന്നതെന്നും ആ രക്തത്താൽ മാത്രമേ പാപമോചനവും നിത്യതയും ലഭിക്കൂ എന്ന ആ വിശ്വാസം പ്രാപിക്കുകയും യേശു ക്രിസ്തുവിന്റെ രക്ഷകനായി ഹൃദയത്തിൽ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സ്നാനപ്പെടുത്തേണ്ടത്. ആ സ്നാനത്തിന്റെ പേരാണ് ജ്ഞാനസ്നാനം. സ്നാനം എന്താണെന്ന് മനസ്സിലാക്കി സ്നാനപ്പെടുക. ദൈവവചന പ്രകാരം വ്യവസ്ഥയെ കോട്ടിമറിച്ചാൽ വേറെ പുസ്തകം പറയുന്നു, ഇതിലൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റമില്ല. മാറ്റമില്ലാത്ത വചനത്തിൽ മാറ്റി ചിന്തിക്കാനോ മാറ്റി പഠിപ്പിക്കാനോ മാറ്റി ചെയ്യിക്കാനോ ഈ പുസ്തകം നമ്മളെ അനുശാസിക്കുന്നില്ല. ഈ വചനത്തെ ഉപേക്ഷിച്ച് കളഞ്ഞു പോകുന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണ്, ഈ വചനത്തെ തിരസ്കരിക്കുന്നവൻ അത് പോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവ ശക്തിയാകുന്നു. ആമേൻ. മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശു കർത്താവ് ഒടുവിലായി കൈമാറിയ കൽപ്പനയാണ് സ്നാനം എന്നത്. യേശു കർത്താവ് മാതൃകയായി കാട്ടി, ശിഷ്യന്മാർ അത് ചെയ്തു. അപ്പോസ്തലന്മാർ മുഖാന്തരം അനേകർ സ്നാനമേറ്റു. അവരാരും വെള്ളം തളിച്ചല്ല സ്നാനപ്പെടുത്തിയത്, വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുത്തിയ വിശുദ്ധ നിയമത്തിലെ നിയമത്തെ മാറ്റുവാൻ നമുക്ക് അവകാശമില്ല. ഇങ്ങനെ ദൈവവചനം അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് പാപബോധമുള്ളവരായി വചനത്തെ മുൻനിർത്തി പാപക്ഷമ പ്രാപിച്ച് വിശ്വാസത്തിൽ ജീവിക്കുന്ന തന്റെ ജനത്തെ ചേർക്കാൻ യേശു കർത്താവ് എത്രയും വേഗം വരുന്നു. ഹല്ലേലൂയ. സ്നാനം കൊണ്ട് തീരുന്നില്ല വിശ്വാസ ജീവിതം. സ്നാനത്തിന് ശേഷമുള്ള വിശുദ്ധിയുടെ ജീവിതം, പാവനതയുടെ ജീവിതം. ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മലകനിയെ ഏൽപ്പിക്കാൻ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട ആമേൻ ദൈവസഭ എന്ന മണവാട്ടി തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. അവൻ 1-2 കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ കാണുന്നു, ആമേൻ ക്രിസ്തു ആമേൻ എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മലകന്യയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തു എന്ന് പറഞ്ഞ് ഒരപ്പന്റെ സ്ഥാനത്ത് അപ്പോസ്തലനായ പൗലോസ്ലീഹ നിന്നുകൊണ്ട് ദൈവസഭയെ ഒരുക്കിയെടുത്തിട്ട് പറയുകയാണ്, നല്ലൊരു മണവാളനെ ഏൽപ്പിക്കാൻ പോകുക. എന്താ മണവാളന്റെ പ്രത്യേകത? എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായം 26 മുതലുള്ള വാക്യം, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, നിർമ്മലൻ, നിർദോഷൻ, പവിത്രൻ, പാപേർപ്പെട്ടവൻ, മൃഗത്തെ കന്നതനായ പവിത്രനായ നിർമ്മലനായ മണവാളന്റെ അടുക്കൽ നീ ചെല്ലണമെങ്കിൽ സഭയെ നീയും നിർമ്മലയായി മാറണം, നിഷ്കളങ്കയായി മാറണം, അവൻ പാവനതയുള്ളവളായി മാറണം. അങ്ങനെ പാവനമായ ഒരു ജീവിതം നയിക്കുന്ന തന്റെ ജനത്തെ ചേർക്കാൻ യേശു കർത്താവ് വരികയാണ്. ഈ വരവിനെ കുറിച്ച് ശിഷ്യന്മാരുമായി സംസാരിക്കുമ്പോൾ യേശു കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, ഈ വരവിന് അടയാളം എന്താണ്? എന്താണ് അടയാളം? എന്താണ് അടയാളം? ധാരാളം അടയാളങ്ങൾ യേശു കർത്താവ് പറയുന്നതിൽ ഒരടയാളവും അതിന്റെ ആശയവും പറഞ്ഞ് വേഗത്തിന്റെ വാക്കുകൾ നിർത്തുവാനായി ആഗ്രഹിക്കുകയാണ്. വായിച്ചുള്ളൂ. മത്തായി സുവിശേഷം 24-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാലും. മത്തായി സുവിശേഷം
അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തടുക്കും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവിടെ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തടുക്കും. ദേശത്ത് അധർമ്മം പെരുകുമ്പോൾ ഓർക്കണം, എന്റെ വരവ് വാതിൽക്കലായിരുന്നു ആകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് അധർമ്മം? ധർമ്മത്തിന് വിരുദ്ധമെന്തോ അതാണ് അധർമ്മം. എന്താണ് നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്ന ചില അധർമ്മങ്ങൾ? വേദപുസ്തകത്തിൽ മനുഷ്യന് വെച്ചിരിക്കുന്ന വ്യവസ്ഥയെ തെറ്റിച്ചുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന കുടുംബത്തിലെ അധർമ്മം, വ്യക്തിഗത അധർമ്മം, മക്കളിലെ അധർമ്മം, സമൂഹത്തിലെ അധർമ്മം ഒക്കെ വിട്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വായിക്കൂ, മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. വ്യക്തിപരമായി നടക്കുന്ന ചില അധർമ്മങ്ങൾ വേഗം വായിച്ചോളൂ. മത്തായി സുവിശേഷം 7-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്തുനിന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുർചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത. നോക്കിക്കേ, ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന അധർമ്മത്തിന്റെ ഒരു ലിസ്റ്റാണ് നമ്മുടെ വായിച്ചത്. ഇന്നേക്ക് 10 വർഷത്തിന്റെ അപ്പുറം കേൾക്കാത്ത പാപത്തിന്റെ ഭയാനകത്വമാണ് നമ്മൾ ഇന്ന് കാലത്ത് കേൾക്കുന്നത്. അവിടെ വായിക്കുന്നു, മനുഷ്യൻ മോഷ്ടാക്കളായി മാറി. വ്യഭിചാര കർമ്മങ്ങളിലേക്ക് മനുഷ്യൻ ഇന്ന് ഇറങ്ങിച്ചെല്ലുന്നു. സാത്താന്യ ആരാധനയും മറ്റു ചില കാര്യങ്ങളും നമ്മൾ ദിവസം പ്രതി കേൾക്കുന്നു. കൊച്ചി, തിരുവനന്തപുരം ആസ്ഥാനമാക്കി വിവിധയിടങ്ങളിൽ വർദ്ധിച്ചു വരുന്ന സാത്താന്യ ആരാധനകൾ. അവരുടെ ആരാധന രാത്രിയിലാണ്. അവർ ധരിക്കുന്ന വസ്ത്രം കറുത്ത വസ്ത്രമാണ്. അവരുപയോഗിക്കുന്ന ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ തിരുവെടുത്ത് അവരുടെ വാതിൽക്കൽ വെച്ച് ചവിട്ടിയാണ് അകത്തേക്കുള്ള പ്രവേശനം. പന്നിയുടെ രക്തം കുറിയായി നെറ്റിയിൽ ചാർത്തി രാത്രിയിൽ വിവസ്ത്രരായി ആരാധിക്കുന്ന പൈശാചികത്വത്തിന്റെ ആരാധന ഈ കാലത്ത് വർദ്ധിച്ചു വരുമ്പോൾ ഇന്ന് രാത്രി ഓർക്കുക, ഒരു ഭാഗത്ത് ആരാധനയിൽ മനുഷ്യൻ അധർമ്മികളായി മാറുന്നു. വ്യഭിചാരത്തിന്റെ കർമ്മങ്ങൾ വർദ്ധിക്കുന്നു. കേൾക്കുന്നില്ലേ? ട്രെയിനിൽ ഇന്ന് യാത്ര ചെയ്യാൻ കഴിയാത്ത കാലം, വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത കാലം, ഒറ്റയ്ക്ക് മക്കളെ വീട്ടിലാക്കിയിട്ട് പോകാൻ കഴിയാത്ത കാലം. എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടില്ലേ? മക്കളെ വീട്ടിൽ അടച്ചിട്ടിട്ട് പോയ അമ്മമാർ തിരിച്ചു വരുമ്പോൾ മരിച്ചു കിടക്കുന്ന തലമുറകൾ. എന്തെല്ലാം സംഭവങ്ങൾ ദിവസം പ്രതി അരങ്ങേറുമ്പോൾ രണ്ട് കണ്ണും പൊത്തി ചെവിയും പൊത്തി കരയാനല്ലാതെ വേറെ ഒന്നിനും കഴിയാതെ, ദൈവമേ എന്റെ പിഞ്ചോമനകളെ ഞാൻ എങ്ങനെ വളർത്തിയെടുക്കുമെന്നുള്ള ചിന്താഭാരത്തോടെ കഴിയുന്ന ഒരു കാലം. സ്കൂളുകളിലേക്ക് ചെല്ലൂ. കൊച്ചു പ്രായം മുതൽ പ്രേമങ്ങളിലും മോഹങ്ങളിലും വീഴുന്ന തലമുറ. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാഞ്ഞാൽ ബ്ലൈഡ് കൊണ്ട് ശരീരം കണ്ടിച്ച് പ്രതികാരത്തോടെ രക്തം ഒഴുക്കുന്ന തലമുറ. ഇന്ന് കഞ്ചാവിനും മയക്കുമരുന്നിനും ദോഷങ്ങൾക്കും അടിമകളായിക്കൊണ്ടിരിക്കുന്ന തലമുറ. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നതുവരെ അധർമ്മത്തിലേക്ക് കാൽ വെച്ച് യാത്ര ചെയ്യുമ്പോൾ വേദപുസ്തകം പറയുന്നു, അധർമ്മം പെരുകുമ്പോൾ ഓർക്കണം, ഞാൻ വാതിൽക്കൽ ആയെന്ന്. ഇനി 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ സ്തോത്രം. കുടുംബത്തിലെ ചില അധർമ്മങ്ങൾ വായിക്കൂ. എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഇങ്ങനെ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴടങ്ങിയിരിക്കണം. വായിച്ചോളൂ. ഭർത്താക്കന്മാരെ ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ഇതാണ് വേദപുസ്തകത്തിലെ വ്യവസ്ഥ. എന്നാലും നോക്കൂ, കുടുംബങ്ങൾ താളം തെറ്റി. ഭാര്യ ഭർത്താവിനെ നിയന്ത്രിക്കുന്നത്, ഭർത്താവിന്റെ വാക്കനുസരിക്കാൻ താല്പര്യമില്ലാത്ത ഭാര്യ. അവൾ ആവശ്യപ്പെടുന്ന കഴിഞ്ഞ നാളുകൾ നടന്ന വിവാഹങ്ങൾ നിങ്ങൾ പത്രങ്ങളിൽ കണ്ടു കാണും. സ്വന്തമായി ചിന്തിക്കാനോ സ്വന്തമായി പ്രവർത്തിക്കാനോ സ്വന്തമായി എൻ്റെ കാര്യം എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യാനോ കഴിയാത്തത് കൊണ്ട്, എൻ്റെ ഭർത്താവിന് അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ വിവാഹമോചനത്തിന് ആഗ്രഹിക്കുന്നു. ഒരാഴ്ച മാത്രം ജീവിച്ച കുടുംബങ്ങൾ
എന്തുകൊണ്ട്? ഭർത്താവിന്റെ ആമേൻ വാക്കിന് കീഴ്പ്പെട്ടിരിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് ഒരു ആളത്വമുണ്ട്, സ്വയമായി ചിന്താശേഷി എനിക്കുണ്ട്. എനിക്ക് അദ്ദേഹത്തിന്റെ അനുവാദം കൂടാതെ പുറത്തു പോകണം, അദ്ദേഹത്തിന്റെ അനുവാദം കൂടാതെ എനിക്ക് പ്രവർത്തിക്കണം. അതിന്റെ പേരിൽ താളം തട്ടിയ കുടുംബങ്ങൾ, 100 കുടുംബങ്ങൾ ദേശത്തിലെടുത്താൽ 10 കുടുംബങ്ങൾ പോലും നന്നായി ജീവിക്കുന്ന കുടുംബങ്ങളില്ല. അതിൽ 20% അഭിനയാതാക്കളായി നടക്കുകയാണ്. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല, അപരപുരുഷനുമായി ബന്ധം. ഭർത്താവ് സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, ഏതോ അപര സ്ത്രീയുമായി ബന്ധം. ആമേൻ. ലഭിക്കുന്ന ഫോണിനകത്ത് ഫോൺ കോളുകൾ വേറെ, കോള് വന്നാൽ എടുത്തുകൊണ്ടൊരോട്ടം, ചാറ്റിംഗ്, രാത്രി ഉറക്കമില്ല, മെസ്സേജുകൾ, താളം തെറ്റി ജീവിക്കുന്ന. ആമേൻ. ഇവിടെ വായിക്കുന്ന ഭാഗം ശ്രദ്ധിക്കൂ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. ഭർത്താക്കന്മാരെ, തന്റെ സ്വന്തം ശരീരത്തെ പോലെ ഭാര്യയെ സ്നേഹിപ്പീൻ. കഴിഞ്ഞ നാളിൽ കേട്ടില്ലേ, സ്ത്രീധനത്തിന്റെ പേരിൽ പാമ്പിനെ വിലയ്ക്ക് വാങ്ങി കുപ്പിക്കകത്ത് സൂക്ഷിച്ച് ഭാര്യയെ പാമ്പ് കടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച ഭർത്താവിന്റെ ക്രൂരമായ പൈശാചിക സ്വഭാവം നമ്മളെല്ലാവരും കണ്ടതല്ലേ? അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയെ തലയണ കൊണ്ട് മുഖം മറച്ച് കഴുത്തിനെ ഞെക്കി ഞെരിച്ച് കൊന്നുകളഞ്ഞ സംഭവം വായിച്ചതല്ലേ? കഴിഞ്ഞ നാളിൽ ഡൽഹിയിൽ നടന്ന സംഭവം, കമിതാക്കളായി ജീവിച്ച് വിവാഹത്തിന് വേണ്ടി ഭാര്യ ആവശ്യപ്പെട്ടപ്പോൾ താല്പര്യം കാണിക്കാത്ത യുവാവിനെ വീണ്ടും നിർബന്ധിച്ചത് മുഖാന്തരം രാത്രിയിൽ അവളെ കഴുത്ത് കണ്ടിച്ച് ഫ്രീസറിനകത്ത് വെച്ച് എത്രയോ ദിവസം ശരീരത്തെ ഭാഗമായി മുറിച്ച് ഫ്രീസറിനകത്ത് സൂക്ഷിച്ചിട്ട് വനാന്തരങ്ങളിൽ ഉപേക്ഷിച്ച് കളഞ്ഞ സംഭവങ്ങൾ ഇന്ന് ആമേൻ നാട് നീളെ ചെല്ലൂ, യാത്ര ചെയ്യൂ. കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കോളേജിൽ പോകാതെ, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാതെ അവർക്കിഷ്ടപ്പെട്ട ആൾക്കാരുമായി വഴിയോരങ്ങളിൽ യാത്ര ചെയ്യുന്ന സംഭവം നിങ്ങൾക്ക് കാണാം. മനുഷ്യൻ താളം തെറ്റിയ അനുഭവത്തിലേക്ക്, കുടുംബജീവിതങ്ങൾ താളം തെറ്റിയ അനുഭവത്തിലേക്ക്, ഏറ്റവും വലിയ പാഠശാലയായ ഭവനത്തിനകത്ത് മാതൃകയോട് മക്കൾക്ക് മാതൃക കാട്ടിക്കൊടുക്കുവാൻ കഴിയാത്ത മാതാപിതാക്കളുടെ ജീവിതം, താളം തെറ്റിയ കുടുംബജീവിതം. വേദപുസ്തകം പറയുന്നു, അധർമ്മം പെരുകുന്നത് നിങ്ങൾ കാണുമ്പോൾ എന്റെ വരവ് വാതിൽക്കലായെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. രണ്ടാമതായി മക്കളെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് കേൾക്കൂ. എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യം. എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പന. മക്കളോട് പറയാം, മക്കളെ, നിങ്ങൾക്ക് ജന്മം നൽകിയ നിന്റെ അപ്പനെയും അമ്മയെയും നീ ബഹുമാനിക്ക. ഞങ്ങളൊക്കെ വളർന്നു വരുന്ന സമയത്തറിയാം, അപ്പനിരിക്കുന്ന കസേര ഞങ്ങൾ കയറിയിരിക്കില്ല. അപ്പൻ കിടക്കുന്ന കട്ടിലിൽ പോയി കിടക്കാൻ ഞങ്ങൾ ഭയപ്പെടും. അപ്പൻ ഒരു തല്ല് തന്നാൽ അടിമേടിച്ച് ചെന്നിരുന്ന് കരയുകയല്ലാതെ മറുപടി പറയില്ല. മാതാപിതാക്കൾ വീട്ടിനകത്ത് കയറി വന്നാൽ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കും, മാറി നിൽക്കും. പപ്പ വന്നെന്ന് കേൾക്കുമ്പോൾ എഴുന്നേറ്റ് ഭയത്തോടെയാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെല്ലുന്നത്. ഇന്നും ഞാൻ കുടുംബസ്ഥനാണ്, എൻ്റെ പപ്പയെ ഞാൻ ഇന്നും ഭയപ്പെടുന്നയാളാണ്. ഞാൻ പറയട്ടെ പ്രിയ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ അനുസരിക്കാത്ത ഒരു തലമുറ, മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത തലമുറ, സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയതായ എത്രയോ മക്കൾ വചനം വിട്ട്, ദൈവസ്നേഹം വിട്ട്, മാതാപിതാക്കളോട് നല്ല മനസ്സ് കാണിക്കാൻ കഴിയാതെ സ്വന്തം ഇഷ്ടങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന തലമുറ. ഞാൻ ഒരിക്കലൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ വീടൊരു മരണ വീടിന് തുല്യമായിരിക്കുക. അപ്പൻ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ, പാസ്റ്ററേ, 2 പെൺമക്കളെ എനിക്ക് ദൈവം ദാനമായി തന്നു, 2നെയും സ്നേഹിച്ചും ലാളിച്ചും വളർത്തി. +2 കഴിഞ്ഞ് 18 വയസ്സ് വരെ അവൾ എനിക്ക് നല്ലവളായിരുന്നു, എന്തു പറ്റിയെന്ന് എനിക്കറിയില്ല. കാര്യങ്ങൾ തിരക്കി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. ആമേൻ. മുറ്റത്ത് കൂടെ പോയ ഒരു ഐസുകാരൻ ഐസ് വിറ്റ് പോകുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരു ചെറുക്കൻ ഐസ് മേടിക്കാൻ വന്നു. ഒരു ഐസ് വെക്ക് മേടിച്ചു കൊടുത്ത് അങ്ങോട്ട് എന്തോ തമാശ പറഞ്ഞു. അവിടെ തുടങ്ങി സ്നേഹബന്ധം. മാതാപിതാക്കളെ അനുസരിക്കാതെ വഴിതെറ്റി 18 വയസ്സ് തികയുന്നതിന്റെ ആ ദിവസം ചെന്ന് രഹസ്യമായ രജിസ്റ്റർ മാര്യേജ് കഴിച്ച് 18 വയസ്സ് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അപ്പൻ വളരെ ത്യാഗം സഹിച്ച് പഠനത്തിനായി കൊണ്ടാക്കിയ സ്ഥാപനത്തിൽ നിന്ന് ഒളിച്ചോടി ആ യുവാവിനോടൊപ്പം ബൈക്കിൽ വഴി യാത്ര ചെയ്തു. ആ മനുഷ്യനോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഇവൾക്ക് 2 വയസ്സ് പ്രായമായപ്പോൾ ഒരു ഹർത്താൽ ദിവസം പെട്ടെന്ന് ഇവൾക്കൊരു ഫിക്സ് വന്നു, പനി ബാധിച്ച് ഫിക്സായി. ഇവൾ വല്ലാത്ത നിലയിൽ ഇങ്ങനെ കിടന്ന് കണ്ണും പിടിച്ചിങ്ങനെ കിടന്ന് കുഴയുക. പാസ്റ്റർ, ഞാനിവിടെ എടുത്തുകൊണ്ട് റോഡിലേക്കോടി, വാഹനങ്ങളൊന്നുമില്ല. എവിടുന്ന് ഒരു ജീപ്പ് വന്നു, ഞാൻ ആ ജീപ്പിൽ കയറ്റി നേരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെത്തി. 3 ദിവസം ഓർമ്മയില്ലാതെ കിടന്നു. അതിനുശേഷമാണ് ഇവൾക്ക് ഓർമ്മ വന്നത്. അന്നു മുതൽ ഇവളെ ഞാൻ അധികം കരയിപ്പിക്കില്ല, ലാളിച്ചും സ്നേഹിച്ചും വളർത്തി. പാസ്റ്റർ, ഇങ്ങനെ വരുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അന്ന് ആ ഫിക്സ് വന്നപ്പോൾ ഞാൻ കൊണ്ടുപോകണ്ടായിരുന്നു, അന്ന് ആ ജീപ്പ് വരണ്ടായിരുന്നു.
ഇവൾ അവിടെ വെച്ച് ചത്തെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഭാരത്തോടെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പറയുന്ന മനുഷ്യന്റെ വാക്കുകൾ എന്റെ ഹൃദയത്തെ വല്ലാതെ കീറിമുറിച്ചു. മരണ വീട് പോലെ ആയിരിക്കുന്ന ഭവനത്തിന്റെ സാഹചര്യത്തിൽ എന്തോന്നവർക്ക് ആശ്വാസം പറയാൻ, മകള് വരുമെന്ന് പറയാനോ, ഇത് മാറുമെന്ന് പറയാനോ, കരയണ്ടെന്ന് പറയാനോ, എന്തു പറയണമെന്ന് അറിയത്തില്ലാതെ നിറകണ്ണോടെ ആമേ സഹോദര നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ആമേൻ അല്പം പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോരാനല്ലാതെ വേറെ ഒന്നും കഴിഞ്ഞില്ല. വാത്സല്യ മക്കളെ, നിന്റെ അപ്പനെ അമ്മയെ നീ ബഹുമാനിക്ക എന്നത് വാഗ്ദത്വത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു. താളം തെറ്റിയ തലമുറ, മയക്കുമരുന്ന് അടിമകളായ തലമുറ, ആമേൻ മദ്യപാനികളായ തലമുറ, മാതാപിതാക്കൾക്ക് വ്യസനം വരുത്തുന്ന തലമുറ, എത്രയോ അമ്മയപ്പന്മാർ മക്കളെ ജയിലിൽ നിന്ന് പുറത്ത് ജാമ്യത്തിലിറക്കാൻ ആമേ റേഷൻ കാർഡും കയ്യിൽ പിടിച്ച്, കരം തീർത്ത കയ്യും രസീതും കയ്യിൽ പിടിച്ച് കോർട്ടിന്റെ മുമ്പിൽ കാവൽ നിൽക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ. കുഞ്ഞേ, ഇതിനാണോ നിന്റെ അപ്പനും അമ്മയും നിനക്ക് ജന്മം തന്നത്? താളം തെറ്റിയ തലമുറ. വേറെ പുസ്തകം പറയുന്നു, അധർമ്മം പെരുകുന്നത് കാണുമ്പോൾ മനുഷ്യപുത്രനായ ക്രിസ്തുവിന്റെ വരവ് വാതിൽക്കലാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അടുത്തത് സമൂഹത്തിന്റെ വീഴ്ച, സമൂഹത്തിന്റെ അധർമ്മം. വായിക്കൂ സദൃശവാക്യങ്ങളുടെ പുസ്തകം 23-ാമത്തെ അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ. സദൃശവാക്യങ്ങൾ 23, 29 മുതലുള്ള വാക്യം. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്, വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചിച്ചു നോക്കാൻ പോകുന്നവർക്കും വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ നിന്നെ കൊത്തും, അണലി പോലെ നിന്നെ അത് കടിക്കും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും, നിന്റെ ഹൃദയം വക്രത പറയും. നീ നടുക്കടലിൽ ഉറങ്ങുന്നവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയും നിനക്ക് തോന്നും. അവരെന്നെ അടിച്ചു, എനിക്ക് നൊന്നില്ല. അവരെന്നെ തല്ലി, ഞാൻ അറിഞ്ഞതുമില്ല. ഞാൻ എപ്പോൾ ഉണരും? ഇനിയും അത് തന്നെ ചെയ്യും. സമൂഹം തകർന്നുകൊണ്ടിരിക്കുകയാ. മദ്യപാനികളുടെ എണ്ണം വർദ്ധിക്കുകയാ, മദ്യഷാപ്പുകൾ വർദ്ധിക്കുകയാ. കുടുംബങ്ങൾക്കകത്ത് സമാധാനമില്ല, സ്വസ്ഥതയില്ല. അധ്വാനിക്കുന്നതിന്റെ മുഴുവൻ കാശും മദ്യശാലകളിൽ ചിലവിടുന്നു. ആമേൻ. കണ്ണുനീരും വിലാപങ്ങളും കടിക്കുന്ന വിലാപ ഭവനങ്ങളിൽ ചെന്നാൽ അവിടെയും വിലാപഗീതം ഒരു ഭാഗത്ത് പാടുമ്പോൾ മറുഭാഗത്ത് സമ്മേളനം നടക്കുകയാ. മദ്യത്തിന്റെ ലഹരിയിൽ അടിപിടികളും ആക്രമണങ്ങളും അരങ്ങേറുന്നു. ഉത്സവ പറമ്പുകളിൽ കുലപാതകങ്ങൾ നടക്കുന്നു. ആമേൻ. ഇന്ന് അരങ്ങേറുന്ന മദ്യത്തിന്റെ പേരിലും മയക്കുമരുന്നിന്റെ പേരിലും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങൾ തിരുവെടുത്ത് പറയുന്നു. അധർമ്മം പെരുകുന്നത് കാണുമ്പോൾ ഓർത്തുകൊള്ളുവീൻ, എന്റെ വരവ് വാതിൽക്കൽ ആയിരിക്കുന്നുവെന്ന്. ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, രാജ്യത്തിന്റെ അധർമ്മം. ആവർത്തന പുസ്തകം 17-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേൻ, ഒരു രാജാവിനെ സംബന്ധിച്ച് ദൈവം അരുളി ചെയ്ത 4 കാര്യങ്ങൾ. 1, നീ അധികം കുതിര സമ്പാദിക്കരുത്. ഒരു രാജാവ് കുതിരപ്രേമി ആയി മാറരുത്. 2, അവൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം. ബഹുഭാര്യത്വം അവന് പാടില്ല. 3, അനവധി സമ്പത്ത്, അനവധി വെള്ളി രത്നങ്ങൾ അവൻ വാരിക്കൂട്ടരുത്. ആമേൻ. അവൻ ആവശ്യത്തിന് മാത്രമേ അവനത് ഉണ്ടാകാവൂ. 4, ന്യായപ്രമാണത്തിന്റെ പുസ്തകം നിന്റെ കൊട്ടാരത്തിൽ ഇരിക്കണം. അത് രാവും പകലും ധ്യാനിക്കണം. അതിൻ പ്രകാരം ജീവിക്കണം. ഒരു നിയമജ്ഞന് ദൈവം കൊടുത്തിരിക്കുന്ന നിയമമെന്ന് താളം തെറ്റി മനുഷ്യൻ, നിയമകർത്താക്കൾ തന്നെ അവർ ആവശ്യം പോലെ പണം വാരിക്കൂട്ടുന്നു. അവർ അനവധി വാഹനങ്ങൾ വാരിക്കൂട്ടുന്നു. ദോഷകരമായ ജീവിതത്തിലേക്ക് അവർ ഇറങ്ങിപ്പോകുന്നു. ദൈവഭയമില്ലാതെ മനുഷ്യൻ അങ്കലാപ്പിലാകുന്നു. ഇതൊക്കെ സംഭവിക്കുമ്പോൾ തല ഉയർത്തി നോക്കുവീൻ, യേശു കർത്താവിന്റെ വരവ് വാതിൽക്കലായിരിക്കുന്നു എന്ന് നിങ്ങൾ അറിവീൻ. അധർമ്മം പെരുകുന്നത് കൊണ്ട് മനുഷ്യന്റെ ദൈവ സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പാപം ഇവിടെ പെരുകുകയാൽ, പാപം വർദ്ധിക്കുകയാൽ, മനുഷ്യന്റെ രക്തം കുടിച്ച് ഈ ഭൂമി മടുത്തിരിക്കുകയാൽ പ്രവാചകനായ യെശയ്യാവ് 24-ാമത്തെ അധ്യായം 17 മുതലുള്ള വാക്യത്തിൽ വിളിച്ചു പറയുന്നു, ഈ ഭൂമി പൊടുപൊടേ പൊട്ടുന്നു, കിറുകിറേ കീറുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു. ഇത് വീഴും, എഴുന്നേൽക്കത്തില്ല. ഈ ഭൂമിക്ക് നശ്വരത വരാൻ പോകുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പാപക്ഷമ പ്രാപിച്ച് നിത്യതയെ ലക്ഷ്യമാക്കി പാപത്തിൽ നിന്നും
അധർമ്മത്തിൽ നിന്നും ദോഷത്തിൽ നിന്നും വിശ്വാസത്താൽ വിടുതൽ പ്രാപിച്ച ജനത്തിനൊരു പ്രത്യാശയുണ്ട്. ഈ ലോകം നശിച്ചാലും ഈ ഭൂമി സ്വസ്ഥാനത്ത് നിന്ന് ഇളകിയാലും എൻ്റെ യേശു വരുമ്പോൾ ആ നിത്യതയിൽ ഞാനും കാണുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഇന്ന് രാത്രി എന്തുകൊണ്ട് ഈ ഉച്ചഭാഷണിയിലൂടെ ഈ സത്യ സന്ദേശം വിളിച്ചു പറഞ്ഞു ചോദിച്ചാൽ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരസ്കരിക്കാം, വേണമെങ്കിൽ ഏറ്റെടുക്കാം. ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. ഇതാണ് സത്യം എന്നുള്ളത് ഞങ്ങൾ അറിയിക്കുകയാണ്. നോഗയുടെ കാലഘട്ടത്തിൽ ദൈവം അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞിങ്ങനെയാണ്, സർവഭൂമിയും ജലപ്രളയത്താൽ നശിക്കാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ജനം സന്നദ്ധരായില്ല. നോഗയും കുടുംബവും ആ പേടകത്തിനകത്ത് കയറി. ദൈവം പേടകത്തിന്റെ വാതിലടച്ചു. മഴ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ജനത ആദ്യമായി മഴ കാണുകയാ. വെള്ളം പൊങ്ങിത്തുടങ്ങി. പേടകം അതിന്റെ മുമ്പിൽ ആ വെള്ളത്തിന്റെ മുകളിൽ യാത്രയായി. അല്പജനം എന്ന് വെച്ചാൽ 8 പേർ മാത്രം പെട്ടകത്തിൽ കടന്ന് രക്ഷ പ്രാപിച്ചു. ഏറിയ വർഷം പ്രസംഗിച്ചിട്ടും നോഗയുടെ പ്രഭാഷണം കേൾക്കാൻ ജനക്കൂട്ടം ഉണ്ടായില്ല. ഇന്ന് രാത്രി ജനക്കൂട്ടങ്ങൾ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ സന്ദേശം താങ്കളിൽ ഒരാളുടെയെങ്കിലും ജീവിതത്തെ മാറ്റിമറിച്ചാൽ, മദ്യപാനത്തെ വിട്ട് ഒരു ഏകാഗ്ര ഹൃദയത്തിലേക്ക് മടങ്ങി വരാൻ ഇന്ന് രാത്രി ആഗ്രഹിച്ചാൽ, ഇന്ന് രാത്രിയത്തെ പ്രഭാഷണം വിജയിച്ചു. കാരണം ഒരു മനുഷ്യന്റെ പ്രാണന്റെ വില മുഴു ലോകത്തേക്കാൾ വിലയുള്ളതാ. ഇന്ന് രാത്രി വാത്സല്യ സ്നേഹിത, ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, നിത്യ നിയമത്തിന്റെ രക്തത്താൽ താങ്കൾ ഇതുവരെ കഴുകൽ പ്രാപിച്ചിട്ടുണ്ടോ? പാപക്ഷമ പ്രാപിക്കുവാൻ എത്രയോ ഇടങ്ങൾ താങ്കൾ താണ്ടി നടന്നു. മദ്യപാന ചിന്ത മാറിക്കിട്ടാൻ, അമേൻ, അതുപോലെ മയക്കുമരുന്ന് ഉപയോഗം മാറിക്കിട്ടാൻ, താങ്കളെ ഭരിക്കുന്ന ദുർസ്വഭാവങ്ങൾ മാറിക്കിട്ടാൻ എവിടെയൊക്കെയോ യാത്ര ചെയ്തു, പാലായനം ചെയ്തു, പുണ്യവെള്ളം കുടിച്ചു, പുണ്യവെള്ളം തളിച്ചു, എത്രയോ കല്ലുകൾ കഴുകി കുടിച്ചു. ഇന്ന് വരെ മോക്ഷമുണ്ടായില്ല. ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തന്റെ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശുവെന്ന നാമമല്ലാതെ വേറൊരു നാമം ഇല്ല. ഈ രക്ഷകന്റെ തിരുരക്തത്താൽ പാപമോചനം പ്രാപിച്ച് വിശ്വാസത്താൽ ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച്, യേശുവേ അങ്ങ് മാത്രം രക്ഷകൻ, അങ്ങ് എനിക്ക് വേണ്ടിയാണ് പരമയാഗമായി മാറിയത്, ഞാൻ വിശ്വസിക്കുന്നു അങ്ങയിൽ, അങ്ങയുടെ രക്തത്താൽ എന്റെ കടുംചുവപ്പായ പാപത്തെ ക്ഷമിക്കണമേ, ഞാൻ രഹസ്യമായി ചെയ്തു വരുന്ന പാപത്തെ ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു, എന്നോട് ക്ഷമിക്കണമേ. മുറുകെ പറ്റുന്ന പാപം പലപ്പോഴും വിടാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ അതെന്നെ വിടുന്നില്ല. എന്നെ അത് പറ്റിപ്പിടിച്ചു നിൽക്കുന്ന പാപത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രരാക്കണമേ, ആ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് നിനക്ക് പറയാൻ കഴിഞ്ഞാൽ, ഞാൻ സ്വമേധയാ പാപമാണെന്ന് അറിഞ്ഞിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിൽ നിന്ന് അവിടുത്തെ പുണ്യാഹാര രക്തത്താൽ എന്നെ രക്ഷിക്കണമേ, എന്നെ കഴുകണമേ എന്നൊന്ന് അപേക്ഷിപ്പാൻ താങ്കൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് തയ്യാറായാൽ, കാൽവറി കുലക്കളത്തിൽ നമുക്കെല്ലാവർക്കും വേണ്ടി ഇനി ജനിക്കാനിരിക്കുന്ന സകല തലമുറകളും ഈ ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ തയ്യാറെങ്കിൽ, അവർക്ക് വേണ്ടിയും ഒഴുകപ്പെട്ട, ഇന്നലകളിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി, ഇന്ന് ജീവനോടെ ഇരിക്കുന്നവർക്ക് വേണ്ടി, ഇനി ജനിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി, ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആമേൻ ഒഴുകപ്പെട്ട പുണ്യാഹാര രക്തത്താൽ കഴുകൽ പ്രാപിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഒന്ന് വാഗൊണ്ട് ഏറ്റു പറഞ്ഞാൽ താങ്കളിൽ രക്ഷ സാധ്യമാകുകയാണ്. നീ രക്ഷയുടെ അനുഭവം പ്രാപിച്ചാൽ സ്നാനപ്പെടൂ, എൻ്റെ യേശു വരാറായി. അധർമ്മ ഭൂമിയിൽ പെരുകുന്നു. കുടുംബങ്ങൾക്ക് സ്വസ്ഥതയില്ല, സമൂഹത്തിന് സ്വസ്ഥതയില്ല, തലമുറകൾക്ക് സ്വസ്ഥതയില്ല, രാജ്യങ്ങൾക്ക് സ്വസ്ഥതയില്ല. സമാധാനം ദേശത്ത് നഷ്ടപ്പെടുന്നു. കുലപാതകം വർദ്ധിക്കുന്നു. അധർമ്മം പെരുകുന്നു, ശാപമേറുന്നു. മനുഷ്യരക്തം ഭൂമി കുടിച്ചു മടുക്കുന്നു. ഈ ഭൂമി നശ്വരതയിലേക്ക് പോകുന്നു. എന്നാൽ നശ്വരതയില്ലാത്ത ഒരു രാജ്യം വരാൻ പോകുന്നു. എൻ്റെ യേശു കർത്താവ് രാജാതിരാജാവായി വരുമ്പോൾ ആ നാഥന്റെ സന്നിധിയിൽ ഞാനും എൻ്റെ കുടുംബവും കാണപ്പെടുന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് രാത്രി സന്ദേശം കേട്ട് യേശുവിനായി നിന്റെ ഹൃദയത്തെ കൊടുക്കാമോ? മറ്റൊരുത്തനും രക്ഷയില്ല, യേശു ക്രിസ്തുവിന്റെ മാത്രം രക്ഷ. എന്തുകൊണ്ട് അവനിലൂടെ രക്ഷ? പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഭൂതലത്തിൽ അവതരിച്ച ഏകരക്ഷകൻ യേശു ക്രിസ്തു മാത്രം. പ്രവാചകന്മാർ മുഖാന്തരം അല്ലിച്ചത് മുഴുവൻ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത ഏകരക്ഷകൻ യേശു ക്രിസ്തു മാത്രം. മരണത്തെയും പാതാളത്തെയും ജയിച്ച ഏകരക്ഷകൻ യേശു ക്രിസ്തു മാത്രം. പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഏകരക്ഷകൻ യേശു ക്രിസ്തു മാത്രം. ആ നാഥന്റെ രക്ഷയെ കാത്തിരുന്ന് മടങ്ങി വരവിന് വേണ്ടി ഒരുങ്ങുന്ന തന്റെ ജനത്തെ ചേർക്കാൻ
വേഗം വരാമെന്ന് വാക്ക് പറഞ്ഞ ഏകരക്ഷകൻ യേശു ക്രിസ്തു മാത്രം. ഈ രക്ഷകനെ നീ അംഗീകരിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി കർത്താവിനായി നിന്റെ ഹൃദയത്തെ കൊടുക്കുന്നുവോ? അവൻ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചുള്ള ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരിക്കാം. യേശുവിനെ ഇതുവരെ വ്യക്തിപരമായ രക്ഷകനായി സ്വീകരിച്ചില്ലെങ്കിൽ അവൻ ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ക്രിസ്തുവിനായി നിന്റെ ഹൃദയത്തെ കൊടുക്കാൻ കഴിയുമോ? ഇതിനകത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഏകലാഭം ക്രിസ്തുവിന് വേണ്ടി താങ്കൾ സമർപ്പിക്കപ്പെടുക എന്നതാ. ഇന്ന് രാത്രി ക്രിസ്തുവിന് വേണ്ടി താങ്കളെ അർപ്പിക്കാൻ കഴിയുമോ?